Good morning. Thank you so much for joining. All right. How are you doing today? Okay. Thank you everyone for joining. So, നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് വെരി ഫൈൻ എല്ലാവർക്കും ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ലെറ്റ്സ് ബിഗിൻ ദി സെഷൻ. ഇന്ന് ഓക്കെ, നല്ല മെഡിറ്റേഷൻ ആണ് എന്ന് എല്ലാവരും പറയുന്നു. അപ്പൊ ഇന്നത്തെ സെഷൻ എന്താണ്? ഹൗ യുവർ ഹെൽത്ത് ക്യാൻ ബി ഇംപ്രൂവ്ഡ് വിത്ത് ദ പവർ ഓഫ് EFT. EFT എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്ത് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ വിഷയം. ഈ വിഷയത്തിലേക്ക് നമ്മൾ കിടക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ ഇമോഷൻസ് എങ്ങനെയാണ്, അതേപോലെ നമ്മളുടെ മൈൻഡ് എങ്ങനെയാണ് നമ്മുടെ ബോഡിയായിട്ട് കണക്റ്റഡ് ആയിരിക്കും. സോ ദർ ഇസ് സംതിങ് കോൾഡ് മൈൻഡ് ബോഡി കണക്ഷൻ എന്ന് പറയും. അപ്പൊ മൈൻഡ് നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന ബോഡിയായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുന്നതിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോപ്പറായിട്ട് നമ്മളുടെ ലൈഫ് അസുഖങ്ങളാൽ അഫക്റ്റ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണെന്നുള്ളത് തിരിച്ചറിയും. അപ്പൊ നമ്മുടെ ഇന്നത്തെ സെഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മളുടെ കോഴ്സിൽ, അതായത് 20-ാം തീയതി നമുക്കൊരു കോഴ്സ് നടക്കുന്നുണ്ട്. ജസ്റ്റ് അറിയിക്കുകയാണ്. ആരെങ്കിലും ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കും. ഹെൽത്ത് നമുക്ക് ഇംപ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നമുക്കൊരു ഹെൽത്ത് ഗോൾ ഉണ്ടാവുക എന്ന്. ഓക്കെ, വാട്ട് ഈസ് എ ഹെൽത്ത് ഗോൾ? എന്താണ് ഒരു ഹെൽത്ത് ഗോൾ? ആ ഹെൽത്ത് ഗോൾ എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒന്ന് പരിചയപ്പെടുത്താം. സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ പറയണം യെസ് എന്നുള്ളത്. കാണാൻ പറ്റുന്നുണ്ടോ? യെസ് ഓർ നോ? If yes, just let me know, or we can type no. Okay. You can see, okay. കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല അല്ലേ? ഓക്കെ. Just give me a second. I will just go for it. What is a health goal? Health goal എന്താണ് ഹെൽത്ത് ഗോൾ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് പലതരത്തിലുള്ള ഗോളുകൾ ഉണ്ടാവും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഹെൽത്ത് ഗോൾ എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്? ഹെൽത്ത് ഗോൾ സെറ്റ് ചെയ്യുന്നത്, നമ്മൾ കുറെ ഗോളുകളെ പറ്റി പറയാറുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് രണ്ടാമതായിട്ട് പറയുന്ന സംഗതിയാണ് ഹെൽത്ത് ഗോൾ എന്ന് പറയുന്നത്. ഒരു ഹെൽത്ത് ഗോൾ നമ്മളുടെ ലൈഫിൽ നമ്മൾ സെറ്റ് ചെയ്യണം. ഒരു ആഗ്രഹം ഉണ്ടാകണം, ഏത് തരത്തിലാണ് നമുക്ക് നമ്മുടെ ശരീരം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഫസ്റ്റ് ഹെൽത്ത് ഗോൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ കൊടുക്കേണ്ട ഒരു കാര്യമാണ് ദ ഫുഡ് യു ഈറ്റ്. നമ്മുടെ ഇമോഷൻസിനെ നിയന്ത്രിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യാവസ്ഥയെ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. അപ്പം നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മൾ എല്ലാവരും കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന വ്യക്തികളായി മാറുന്നു. കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചോയ്സ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ദ ഫുഡ് യു ഈറ്റ്. അപ്പൊ ഒരു ഗോള് വേണ്ടത് എന്താ വെച്ചാൽ കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്തുകൊണ്ട്, ഫ്രൂട്ട്സ്, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു ഫുഡ് ഹാബിറ്റ്സ് നമുക്ക് ഉണ്ടാവണം. നമുക്ക് കംപ്ലീറ്റ്ലി അധികം ആൾക്കാരും ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ ഉള്ള ഒരു കൾച്ചർ പ്രകാരം, അല്ലെങ്കിൽ നമുക്ക് റൈസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മലയാളികളുടെ ഇടയിൽ തന്നെ അരിഭക്ഷണം ഭയങ്കരമായിട്ട് കഴിക്കുന്ന ഒരു സ്വഭാവം കാണാം. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് ഫുഡ് മാത്രം ഇങ്ങനെ കൂടുതൽ കഴിക്കാൻ, റിപ്പീറ്റഡ് ആയിട്ട് കഴിക്കുന്നത് ശരീരത്തിന് വേണ്ട രീതിയിലുള്ള പോഷകങ്ങൾ ലഭിച്ചോളണമെന്നില്ല. അപ്പൊ ഒരു എന്താ പറയുക, കംപ്ലീറ്റ് മീലാണ് നമ്മൾ കഴിക്കേണ്ടത്. എന്താണ് കംപ്ലീറ്റ് മീൽ? കംപ്ലീറ്റ് മീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമീകൃത ആഹാരം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, സ്കൂളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കംപ്ലീറ്റ് മീൽ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ എന്തായിരിക്കണം, കുറച്ച് റൈസ് ഉണ്ടാവണം, കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടാവണം,
കുറച്ച് മറ്റുള്ള പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള സംഗതികൾ ഉണ്ടാവണം, അല്ലെങ്കിൽ കുറച്ച് ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളത് ഉണ്ടാവണം. അങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഭക്ഷണ രീതിയിലേക്ക് നമ്മൾ മാറി. അതിനെക്കുറിച്ച് നോളജ് ഇല്ലെങ്കിൽ നമ്മൾ ആ നോളജ് വർദ്ധിപ്പിക്കണം. അപ്പൊ ഒരു സൈഡിൽ നമ്മൾ ഭക്ഷണം, ഒരു ഹെൽത്ത് ഗോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. അതേപോലെ ഭക്ഷണത്തിന് സമയം, നമ്മൾ കഴിക്കുന്ന സമയം ഒന്ന് കറക്റ്റായി വരിക. എപ്പോഴെങ്കിലും ഒക്കെ തോന്നുന്ന രൂപത്തിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് നമുക്ക് ഒഴിവാക്കാം. പക്ഷേ നമ്മൾക്കൊരു കുറച്ചൊക്കെ ഒരു ക്രമത്തിലേക്ക് എന്ത് ചെയ്യാൻ നമ്മൾ വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുക അല്ലെങ്കിൽ ശ്രമിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ്. കറക്റ്റ് ആയിട്ടുള്ള ഫുഡ് ഇൻടേക്ക് നമുക്ക് വേണം, ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ. ഇതൊരു ഗോളാണ്. അത് എങ്ങനെയാണ് ഓരോരുത്തരുടെ ബോഡിക്ക് അനുസരിച്ചും ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചും ഒക്കെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാം. ബട്ട് വി നീഡ് ടു കറക്റ്റ് ദിസ്. അപ്പൊ ഇതെന്താണെന്നുള്ളത് ഒരു ഗോളായിട്ട് സെറ്റ് ചെയ്യുക. കൂടുതൽ വെള്ളം കുടിക്കുക. നമുക്ക് അധികം ആൾക്കാർക്ക് എന്ത് വെച്ചാൽ വെള്ളം കുടിക്കുന്നത് കുറവാകുന്നുണ്ട്. ഇതുകൊണ്ടൊക്കെ അസുഖങ്ങൾ വരാനുള്ള കാരണങ്ങളുണ്ട്. ഭക്ഷണം കറക്റ്റ് അല്ലെങ്കിൽ അസുഖങ്ങൾ വരും. ഇതൊരു കാര്യമാണ്. അപ്പൊ ഹെൽത്ത് ഗോളിൽ വരുന്ന ഒരു സംഗതിയാണെന്ന് വെച്ചാൽ, അതേപോലെ തന്നെ ഫിസിക്കൽ എക്സസൈസ്. ഓക്കെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഫിസിക്കൽ എക്സസൈസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഫിസിക്കൽ എക്സസൈസ് നമുക്ക് ലൈഫ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഞാൻ ഒരു റീസെന്റ് ഒരു ഡോക്യുമെന്ററി വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ അദ്ദേഹം ഒരു തെറാപ്പിസ്റ്റുമായിട്ട് ഒരു ഹോളിവുഡ് സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ, അദ്ദേഹം വർഷങ്ങളായിട്ട് 10-20 വർഷത്തോളമായിട്ട് അദ്ദേഹം ഈ തെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോകും. ഈ തെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോയ സമയത്ത് തെറാപ്പിസ്റ്റ് ഇങ്ങനെ ഇവരെ ഹീൽ ചെയ്തുകൊണ്ടിരിക്കും, ഇവരോട് സംസാരിച്ചുകൊണ്ടിരിക്കും, ഒരു കൗൺസിലിംഗ് പോലെയാണ്. ഇദ്ദേഹം ഈ തെറാപ്പിസ്റ്റ് അദ്ദേഹത്തിന് ആ കുറെ ടൂളുകൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ നമ്മൾ EFT ടൂള് പോലെ തന്നെ അവരെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂൾ. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത്, അതിൽ ആദ്യം തന്നെ ഫിക്സ് ചെയ്യുന്ന ഒരു കാര്യം ലൈഫ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യം. നമ്മുടെ ലൈഫ് ഫോഴ്സ് ഫിക്സ് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ലൈഫ് ഫോഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ത്, ടോപ്പിൽ വരുന്ന ഒരു കാര്യമാണ്, ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വരുന്ന കാര്യം നമ്മുടെ ഫിസിക്കൽ എക്സസൈസ് എന്ന് പറയും. നമ്മളിൽ അധികം ആൾക്കാരും ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്നില്ല. ഫിസിക്കൽ എക്സസൈസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് നമ്മുടെ ശരീരം ഹെൽത്തി ആയിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് ഫിസിക്കൽ എക്സസൈസ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറായിട്ട് എടുക്കും. സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുപാട് പേര് പങ്കെടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു കുറച്ചു നേരമെങ്കിലും നടക്കുക, അരമണിക്കൂറെങ്കിലും ഒന്ന് നടക്കുകയോ അതല്ലെങ്കിൽ ഫിസിക്കലി ആക്റ്റീവ് ആകുന്ന സമയത്ത് തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ടോക്സിൻസ് റിമൂവ് ആകും. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പോസിറ്റീവ് ഹോർമോൺസ്, ഡോപ്പമൈൻ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഓക്സിറ്റോസിൻ ആയിക്കോട്ടെ, എൻഡോർഫിൻ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള കുറെ പോസിറ്റീവ് ആയിട്ടുള്ള ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുകയും നമ്മുടെ സ്ട്രെസ് ഒരുപാട് അതിൽ നിന്ന് ക്ലിയർ ചെയ്ത് പോവുകയും ചെയ്യും. സോ ഫിസിക്കൽ എക്സസൈസ് ലൈഫ് ഫോഴ്സിൽ ഫസ്റ്റ് പറയുന്ന സംഗതി, അദ്ദേഹം പറയുന്നത് ഫിസിക്കൽ എക്സസൈസ് ചെയ്യണം എന്നുള്ളതാണ്. കാരണം അത് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. നമ്മുടെ ശരീരത്തിൽ അസുഖങ്ങൾ ഉണ്ടാകുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയുന്നതാണ്, കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യം. സോ ഫിസിക്കൽ എക്സസൈസ് ഷുഡ് ബി എ ഗോൾ, ഒരു ഹെൽത്ത് ഗോളിന്റെ ഭാഗമാണ്. അതായത് ഡെയിലി എക്സസൈസ് ചെയ്യുന്ന അറ്റ്ലീസ്റ്റ് 3 times എ വീക്ക്, ഡെയിലി ചെയ്യണമെന്നില്ല, 3 പ്രാവശ്യമെങ്കിലും ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്ന ഒരാളായിട്ട് നമ്മൾ മാറണം. അപ്പൊ നമ്മൾ പ്രായമുണ്ട് അല്ലെങ്കിൽ എന്റെ സിറ്റുവേഷൻ ശരിയല്ല, അതൊന്നും ശരിയല്ല. നിങ്ങൾ മനസ്സ് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഒരു മിനിമം ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അങ്ങനെയെങ്കിലും നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വലിയൊരു ഉപകാരമാകും. ദാറ്റ് ഈസ് വൺ ഗോൾ. ഓക്കെ, അത് നിങ്ങൾക്കൊരു ഗോളായിട്ട് സെറ്റ് ചെയ്യും. അടുത്തൊരു സംഗതി എന്താണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗോളായിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് മെന്റൽ എക്സസൈസ് ആണ്. അതായത് ഇപ്പൊ നിങ്ങൾ മെന്റൽ എക്സസൈസ്, നമ്മൾ മെഡിറ്റേഷനിലൊക്കെ പങ്കെടുക്കുന്ന ആൾക്കാർ എല്ലാവരും ചെയ്യുന്നുണ്ട് മെന്റൽ എക്സസൈസ്, അല്ലെ? അപ്പൊ ദിസ് ഈസ് ഗുഡ് ടു ഗോ. നിങ്ങളുടെ ഭക്ഷണത്തിന്റെ കാര്യം നിങ്ങൾ ഓൾറെഡി ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഗുഡ് ടു ഗോ. നിങ്ങൾ മെന്റൽ എക്സസൈസ് ഇപ്പൊ മെഡിറ്റേഷനിൽ പങ്കെടുക്കുന്നുണ്ട്, സോ യു ആർ സേഫ്, യു ആർ ഗുഡ്. ഈ നമ്മുടെ മോർണിംഗ് സെഷൻ ഒരു മെന്റൽ എക്സസൈസ് ആണ്. ചിത്രത്തിലുള്ള ക്ലാസ്സുകൾ കേൾക്കുന്ന ഒരു മെന്റൽ എക്സസൈസ് ആണ്. സോ എസ്പെഷ്യലി മെഡിറ്റേഷൻ ആണ് അതിന്റെ ഒരു ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ പോകുന്ന ഒരു സമയം മെന്റൽ എക്സസൈസ്. ഇതിന് പുറമെയാണ് മെന്റൽ എക്സസൈസ് പറയുന്നത് എന്ത്, നമ്മളുടെ EFT എന്ന് പറയും. ഇപ്പൊ മെന്റൽ എക്സസൈസ് എന്ന് പറയുന്നതിലേക്ക് വരുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ലൈഫ് ഫോഴ്സിന്റെ കാര്യം പറഞ്ഞില്ലേ, റിലേഷൻഷിപ്പ് വിത്ത് യുവർ ഫിസിക്കൽ ബോഡി. നിങ്ങളുടെ ഫിസിക്കൽ ബോഡിയിൽ നിങ്ങൾ എക്സസൈസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നതാണെന്ന് വെച്ചാൽ ലൈഫ് ഫോഴ്സിൽ ഫസ്റ്റ് വരുന്ന പ്രയോറിറ്റി. സെക്കൻഡ് പ്രയോറിറ്റി വരുന്ന ഒരു കാര്യമാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന മെന്റൽ എക്സസൈസ്. മെന്റൽ എക്സസൈസ് എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് യുവർ സെൽഫ്? നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ്. ആർ യു ഹാപ്പി വെൻ യു ആർ അലോൺ? നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങൾ ഹാപ്പിയാണ്. നിങ്ങൾക്ക് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മെന്റൽ ഹെൽത്തിൽ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണ്? കണക്ഷൻ വിത്ത് യുവർ സെൽഫ്.
ആൻഡ് ദെൻ ദർ ഈസ് കണക്ഷൻ വിത്ത് അതേഴ്സ്. പക്ഷെ കണക്ഷൻ വിത്ത് യുവർ സെൽഫ് നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ കണക്ഷൻ വിത്ത് അതേഴ്സ് വിൽ ബി ഓട്ടോമാറ്റിക്കലി ക്ലിയർ. ഇതിനെ പറയുന്നതാണ് ലൈഫ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് 3 കാര്യമായിട്ട് പറയുന്നത്. നമ്മളുടെ മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട് നമ്മളുടെ മാനസികമായിട്ടുള്ള ആരോഗ്യത്തിന് നമ്മളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ, നമ്മളെ നല്ല രീതിയിലേക്ക് കെയർ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളോട് നല്ലൊരു സ്നേഹം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ലൈഫ് ഫോഴ്സിലെ സെക്കൻഡ് സംഗതി ക്ലിയർ ആയി. അതോടുകൂടി തേർഡ് സംഗതി പറയുന്നത് റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്. അപ്പൊ മെന്റൽ ഹെൽത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന 2 കാര്യവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഒരു ഗോളായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, സോ EFT ശരിക്കും ഒരു മെന്റൽ എക്സസൈസ് ആണ്. ഇറ്റ്സ് നോട്ട് മെന്റൽ, ബോത്ത് ഫിസിക്കൽ ആൻഡ് മെന്റൽ. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. ഫിസിക്കലായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യും, എഫക്ട് ചെയ്യും, ഫിസിക്കലി ഭയങ്കരമായിട്ട് റിസൾട്ട് ഉണ്ടാക്കും. പക്ഷെ മെന്റലി അത് ഏറ്റവും കൂടുതൽ അതിന്റെ കോർ ലെവൽ വർക്ക് ചെയ്യുന്നത് മെന്റലി ആണ് EFT എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്ക് നമുക്ക് വരാം, എങ്ങനെയാണ് അത് കണക്ഷൻസും സംഗതികളും കാര്യങ്ങളും. ഈ ഗോളുകൾ നമുക്കൊരു ആഗ്രഹം സെറ്റ് ചെയ്യുന്നത്. അടുത്ത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലൈഫ് ഫോഴ്സിലെ റെസ്റ്റ് ആൻഡ് സ്ലീപ്പ്. നിങ്ങളുടെ ഉറക്കം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 7 മണിക്കൂർ ഉറങ്ങുന്നുണ്ട് എന്നുള്ളത് ഉറപ്പില്ല. ഏറ്റവും ചുരുങ്ങിയത് 6 മണിക്കൂറെങ്കിലും ഉറങ്ങുന്നു. ഏറ്റവും മിനിമം 6 മണിക്കൂർ 7 മണിക്കൂർ ഉണ്ടെങ്കിൽ വളരെ ഹെൽത്തി, യു ആർ ഫൈൻ, യു ആർ ഗുഡ് ടു ഗോ. ഇനി 8 മണിക്കൂർ കിട്ടിയാലും കുഴപ്പമില്ല, ദാറ്റ്സ് ഗുഡ്. ഓക്കെ, പക്ഷെ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ലൈഫിന് ഷിറ്റ് ഉണ്ടാവാൻ ഒരു 7 മണിക്കൂർ ഉറങ്ങുന്നു. അടുത്തൊരു ബാക്കിയുള്ള സമയങ്ങളിൽ നിങ്ങൾ ഉണർന്നിരിക്കുന്ന സമയത്ത് ആക്റ്റീവായിട്ട് എക്സസൈസും കാര്യങ്ങളും സംഗതികളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റണം. സോ റെസ്റ്റ് ആൻഡ് സ്ലീപ്പ്, നന്നായിട്ട് എന്ത് വെച്ചാൽ സുസ്ഥമായിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റുക. ദാറ്റ് ഈസ് ആൾസോ എ വെരി ഗുഡ് തിങ് ടു ഡു. അപ്പൊ ഇത് നമ്മുടെ ഒരു ഗോളായിട്ട് വരണം. ഇത് നമുക്ക് കിട്ടുന്നില്ലേ, നമുക്കൊരു ഗോൾ പ്രയോറിറ്റി ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം. ബിക്കോസ് ഇതൊന്നും നമ്മുടെ ലൈഫിൽ പ്രോപ്പറായിട്ട് സംഭവിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെ ഇതൊക്കെ ബാധിക്കും. മെന്റൽ എക്സസൈസ് ഇല്ലെങ്കിൽ ആരോഗ്യത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. മെന്റലി നമ്മൾ ഹാപ്പി അല്ലെങ്കിൽ, ഇമോഷൻസ് നമ്മൾ ക്ലിയർ ചെയ്തിട്ടില്ല, മെഡിറ്റേഷൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾ ഹാപ്പി അല്ലെങ്കിൽ നമ്മൾ EFT പോലുള്ള ടൂളുകൾ ഉപയോഗിച്ച് നമ്മളെ മൈൻഡ് ക്ലിയർ ചെയ്ത് നമ്മൾ മെന്റലി ഹാപ്പി അല്ലെങ്കിൽ, അതേപോലെ ഫിസിക്കലി ബോഡി വേണ്ട രീതിയിൽ റെസ്റ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്തത് ഫുഡ് ഇൻടേക്ക്. 3 കാര്യങ്ങളാണ് ശരിക്കും ഏതൊരാൾ ഇപ്പൊ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ പോലും ഈ ബോഡി ബിൽഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ ജിമ്മിൽ പറയുന്ന ട്രെയിനേഴ്സ് ആയിട്ടുള്ള ഇവരൊക്കെ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ, നിങ്ങൾ എക്സസൈസ് അല്ല ഏറ്റവും ഇമ്പോർട്ടന്റ്. അവർ പറയുന്നത് നിങ്ങൾ കഴിക്കുന്ന ഫുഡാണ്. നിങ്ങളുടെ ബോഡി ഒരു നല്ല ഷേപ്പിലേക്ക് വരാൻ വേണ്ടി ഒരു ഗോളായിട്ട് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള സംഗതികളാണ്. ഇനി യങ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്താ വെച്ചാല്, അല്ലെങ്കിൽ പ്രായമുള്ള ആൾക്കാർ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല, ആർക്കും ചിന്തിക്കാവുന്നതാണ്. ശരീരം ഏത് ടൈപ്പ് ഒരു ഗോൾ സെറ്റ് ചെയ്യാം. എന്റെ ശരീരത്തിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കണം എന്നുള്ളത്. ഇപ്പൊ ഞാൻ ഇരിക്കുന്ന ഷേപ്പിൽ നമുക്ക് നമ്മുടെ ഷേപ്പിന്റെ പേരിൽ നമ്മൾ ഹാപ്പി ആവാതിരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്ക് നമ്മുടെ ഷേപ്പ് ഇമ്പ്രൂവ് ചെയ്യാം, പല ലെവലിൽ ഇമ്പ്രൂവ് ചെയ്യാം. ഇപ്പൊ യങ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒറ്റയടിക്ക് എന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള ഷേപ്പ്, ഒരു യുവാവായിട്ടുള്ള ഒരാൾ ഇത്തരത്തിലുള്ള ഷേപ്പിലേക്ക് വേണമെങ്കിൽ ഒരാൾക്ക് പോവാം. ഇങ്ങനെ നിങ്ങൾ പോകണം എന്നല്ല ഞാൻ പറയുന്നത്, ഇത് ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. സോ ഹൗ ദ വേ യു ലുക്ക്, നിങ്ങൾ എങ്ങനെയാണ് കാണാൻ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ശരീരത്തിന്റെ ലുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ആഗ്രഹം സെറ്റ് ചെയ്യാം, ഒരു ഗോൾ സെറ്റ് ചെയ്യാം. എന്റെ ശരീരം കുറച്ച് വെയിറ്റ് ഒക്കെ കുറച്ച് ഒന്ന് ഷേപ്പ് ആവണം, അല്ലെങ്കിൽ ഇപ്പൊ ഒരുപാട് ഓവർ വെയിറ്റ് പോലെ തോന്നുന്നുണ്ട്. അപ്പൊ അതിന്റെ പേരിൽ അൺഹാപ്പി ആവരുത്. യു ഷുഡ് എംബ്രേസ് ഹു യു ആർ. നിങ്ങൾ ഇങ്ങനെയാണ്, ഇറ്റ്സ് ഓക്കെ, ദാറ്റ്സ് ഓക്കെ. പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് അതൊരു ഒബീസിറ്റിയിലേക്ക് പോകരുത്. അതായത് അമിതവണ്ണത്തിലേക്കും അസുഖങ്ങളിലേക്കും കാരണത്തിലേക്കും പോകരുത്. അപ്പൊ അങ്ങനെ പോകാതെ, അതായത് ഓവറായിട്ട് ഫാറ്റ് അടിഞ്ഞുകൂടി അതിനും സ്ട്രെസ് കാരണമാകുന്നു. അപ്പൊ മെന്റൽ എക്സസൈസ് നമ്മൾ നന്നായിട്ട് ചെയ്യുകയും അതിന്റെ കൂടെ ഫിസിക്കൽ എക്സസൈസ് ചെയ്താൽ തന്നെ നമ്മുടെ ഷേപ്പ് ഒരു പ്രത്യേക ഷേപ്പിലേക്ക് നമ്മൾ എത്തണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതൊരു ഗോളായിട്ടുണ്ടാവും. നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. നമുക്ക് മോട്ടിവേഷൻ വേണം. അപ്പൊ അതെന്താ വെച്ചാൽ ഒരു റിവാർഡ് കിട്ടുമ്പോഴാണ്. ഇപ്പൊ നമ്മൾക്ക് ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അറ്റ് ദ സെയിം ടൈം നമുക്ക് ഇങ്ങനെ ഒരു ശരീരം ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു മോട്ടിവേഷൻ ആയിരിക്കും. പക്ഷെ ഒരു എക്സ്റ്റേണൽ വാലിഡേഷൻ പോലെ നമുക്ക് ഫീൽ ചെയ്യും, മറ്റുള്ളവർ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത്. പക്ഷെ അതിനേക്കാളും നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു സംഗതി അതിലുണ്ട്. നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു കോൺഫിഡൻസ് ഒക്കെ ഫീൽ ചെയ്യും. നമ്മൾ ഗുഡ് ഷേപ്പിലേക്ക് വരുമ്പോൾ, ഹെൽത്തി ആയിട്ടുള്ള ഷേപ്പിലേക്ക് വരുമ്പോൾ, ദാറ്റ് ഇസ് എ ഗുഡ് തിങ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പക്ഷെ അതിൽ എന്ത് ചെയ്യരുത്, ഓവറായിട്ട് സ്ട്രെസ്ഡ് ആവരുത്. എനിക്ക് ആ ഷേപ്പിലല്ലോ ഈ ഷേപ്പിലല്ലോ, ഞാൻ അയാളെ പോലെ അല്ലല്ലോ ഇയാളെ പോലെ അല്ലല്ലോ, ഞാൻ അങ്ങനെയല്ലല്ലോ. നോ, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഷേപ്പ് ഉണ്ട്. പക്ഷെ ഒരു നല്ലൊരു ഗുഡ് ഷേപ്പിലേക്ക് എന്ത് ചെയ്യുക, എത്താൻ ശ്രമിക്കുക. അതേപോലെ ഒരു ഗോളാണ് ഇത്ര വെയിറ്റിലേക്ക് എത്തുക. ശരീരം ഇത്ര വെയിറ്റിലേക്ക് എത്തിക്കണം, കുറക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഗോൾ സെറ്റ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പൊ അങ്ങനെയുള്ള ഗോളുകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഗോളുകൾ സെറ്റ് ചെയ്യുന്നു. ദെൻ ദ ക്വാളിറ്റി മെറ്റീരിയൽ യൂസ്. നിങ്ങളോട് തന്നെ ഒരു ഹെൽത്ത് ഗോളായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ
നമ്മുടെ ദേഹത്ത് ധരിക്കുന്ന വസ്ത്രങ്ങൾ കുറച്ചുകൂടെ നല്ലതാവുക എന്ന് ആഗ്രഹിക്കുന്നത് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിന്റെ ഗോളാണ്. ഇപ്പൊ ചില പ്രോഡക്ട്സുകൾ, മെറ്റീരിയൽസ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്തുണ്ടാകും, നമുക്ക് അസുഖങ്ങളുണ്ടാവും, സ്കിന്നിന് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോ ചില ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്കിന്നിൽ റാഷസ് വരും, സ്കിന്നിൽ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പൊ അത് വരുന്നത് അസുഖങ്ങളിലേക്ക്, ചിലപ്പം എന്ത് ചെയ്യും, വേറെ ബുദ്ധിമുട്ടുകളിലേക്കൊക്കെ, സ്കിൻ ഡിസീസിലേക്കൊക്കെ കാരണമാകും. കാരണം ആ മെറ്റീരിയൽ, ഫാബ്രിക്, അതിന്റെ കെമിക്കൽ ചിലപ്പോൾ നമുക്ക് പറ്റുന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ചില സംഗതികളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ലതായിട്ടുള്ള സംഗതികൾ ഉപയോഗിക്കാനുള്ള ഒരു പ്രിഫറൻസിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, വരണം. അപ്പൊ അത് അതിനെ കുറിച്ചൊന്നും ഓവറായിട്ട് കൺസേൺ ആവേണ്ട കാര്യങ്ങളല്ല. പക്ഷെ എന്നാലും അത് നിങ്ങൾക്കൊരു ഗോളായിട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഞാൻ ജസ്റ്റ് കുറച്ച് ഓപ്ഷൻസ് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇതൊന്നും വല്ലാണ്ട് ഉള്ളിലേക്ക് എടുത്തിട്ട് ഇതൊന്നും എനിക്ക് പറ്റുന്നില്ലല്ലോ, ഞാൻ ഇങ്ങനെയൊന്നുമല്ലോ ജീവിക്കുന്ന എന്ന് ചിന്തിക്കരുത്. ഇതൊക്കെ കുറച്ച് എന്താ പറയാ, ചെറിയ ചെറിയ ഇംപ്രൂവ്മെന്റ്സുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാവുന്ന ഓപ്ഷൻസ് മാത്രമാണ്. ഓക്കെ. പിന്നെ ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുന്ന ഒരു കാര്യമാണെന്ന് വെച്ചാൽ കീപ്പിംഗ് എ ഹൈജീനിക്, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഹൈജീനിക് ആയിട്ടുള്ള ബോഡി എന്ന് പറയുന്നത് വെച്ചാൽ യു ഷുഡ് ലുക്ക് ഗുഡ്, നല്ല വൃത്തി ഉണ്ടായിരിക്കണം. അഴുക്ക്, വിയർപ്പ്, മറ്റുള്ള ബാഡ് സ്മെല്ല്, ലൈക്ക് ബോഡി ഓഡർ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവരുത്. ലൈക്ക് മനസ്സിലാവുന്നുണ്ട്? അതായത് ഭയങ്കരമായിട്ടുള്ളൊരു നമ്മൾ അടുത്തൊരാളിരിക്കുമ്പോൾ, അതായത് പ്രത്യേകിച്ച് നമ്മുടെ ലൈഫ് പാർട്ണർ നമ്മളുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് അവർക്ക് എന്തായിരിക്കണം, ദേ ഷുഡ് ഫീൽ ആൻഡ് സ്മെൽ ഗുഡ് ആൻഡ് ദേ ഷുഡ് ഫീൽ ആൻഡ് ലൈക്ക് യു ആർ ഹെൽത്തി. നിങ്ങൾ ഹെൽത്തി ആണ്, നിങ്ങൾ ഓക്കെ ആണ്, നിങ്ങൾ വൃത്തിയിലാണ്, നിങ്ങൾ. അപ്പോൾ എന്താ വെച്ചാൽ അത് നമ്മളുടെ ഒരു പേഴ്സണൽ ഹൈജീൻ ആണ്, ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ്, നല്ല ആരോഗ്യാവസ്ഥയ്ക്ക് വേണ്ട ക്വാളിറ്റിയാണ്. അതിന്റെ കൂടെ തന്നെ നമ്മൾ എന്താകും, നമ്മൾ ഗുഡ് സ്മെല്ലിനോട് കൂടി, നല്ല വൃത്തിയോട് കൂടി ഇരിക്കുമ്പോൾ അവിടെ റൊമാൻസ് അല്ലെങ്കിൽ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിന് അതൊരു വലിയൊരു കാരണമാണ്. നമ്മളെ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, സൗന്ദര്യം കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത്, നല്ല രീതിയിൽ നമ്മൾ സ്മെൽ ചെയ്യുക, നല്ല ഗുഡ് ഹൈജീനിക് ലെവലിൽ നമ്മൾ നിൽക്കാന്ന് പറയുന്നത്, ദിസ് ഇസ് എ വെരി ഗുഡ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതൊരു ഗോളായിട്ട് എന്ത് സെറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾ 10ൽ എത്ര മാർക്ക് കൊടുക്കും? ഈ പറഞ്ഞിരിക്കുന്ന ഓരോ പോയിന്റ്സ്. നിങ്ങൾ ഫിസിക്കൽ എക്സസൈസിന് എത്ര മാർക്ക് കൊടുക്കും എന്ന് കമന്റ് ചെയ്ത്. നിങ്ങൾ ഫിസിക്കൽ എക്സസൈസ് ചെയ്യാറുണ്ട്, ഇല്ല, ഉണ്ടെങ്കിൽ അതിന് എത്ര മാർക്ക് കൊടുക്കും? ഓക്കെ. നിങ്ങൾ ഇടക്കിടക്കൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ എന്ന് വെച്ചാൽ 5 കൊടുക്കുക. ഇല്ല, തീരെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്നു. സോ ഫിസിക്കൽ എക്സസൈസ് അത് വീട്ടിലിരുന്നിട്ട് യോഗ ചെയ്യുന്നതായിരിക്കാം, വീട്ടിലിരുന്നിട്ട് സംഗതികൾ ചെയ്യുന്നതാണ്. ഷാനി പറയുന്നു 10 ചെയ്യുന്നുണ്ട്. ഓക്കെ, ചിലർ 0 ആണെങ്കിൽ 0 അഡ്മിറ്റ് ചെയ്യാം. ഷർമിന പറയുന്നു ലൈക്ക് ഓക്കെ, ഓക്കെ, എന്ത് ചെയ്യും അല്ലെ, ഇവിടെ കമന്റ് ഇട്ടിരിക്കുന്നതാണ്. സോ 5, ഫെബിന 8, റാഫിദ, ഓക്കെ, വെരി ഗുഡ്. ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഇത് മറ്റു പലർക്കും നിങ്ങൾ ഇതിട്ടിട്ടുള്ള ആൾക്കാർ എന്ത് വെച്ചാൽ, മാർക്ക് കൊടുത്തിരിക്കുന്ന ആൾക്കാർ എന്ത് വെച്ചാൽ മറ്റു പലർക്കും ഇൻസ്പിറേഷൻ ആയി മാറും, ചെയ്യാത്തവർക്ക് വേണ്ടി. 10 അവർ നടക്കുന്നുണ്ട്, എത്ര മാർക്ക് നിങ്ങൾ പറയും? അനസ് പറയുന്നു 10 മണിക്കൂർ നടക്കുന്നുണ്ട്. എന്താ ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ചില സ്ത്രീകളൊക്കെ എന്ന് വെച്ചാൽ 10 മണിക്കൂർ കിച്ചണിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ആൾസോ ദെയർ, റൈറ്റ്? സോ ഫിസിക്കലി ആക്റ്റീവ് ആയിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ എന്നാലും എക്സസൈസിന് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ട്. ഓക്കെ. സോ അടുത്ത ചോദ്യം എന്താണ്, വാട്ട് അബൌട്ട് യുവർ ലൈക്ക് ഹൈജീൻ? നിങ്ങളുടെ ഹൈജീൻ എത്ര മാർക്ക് കൊടുക്കും എന്നുള്ളത് നിങ്ങൾ കൊടുക്കുക. നിങ്ങളോട് പറയണമെന്നല്ല, നിങ്ങൾ കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഷേപ്പിന്, നിങ്ങളുടെ വെയിറ്റ്, നിങ്ങൾ ഐഡിയൽ വെയിറ്റ് ആണോ നിങ്ങളുടെ ഷേപ്പിന്റെ കാര്യത്തിൽ? സോ നിങ്ങൾക്ക് 10ൽ എത്ര മാർക്ക് കൊടുക്കും ജസ്റ്റ് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന പോലെ ഒന്ന് ചെയ്യാൻ പറ്റുമോ നോക്കുക. അടുത്തൊരു 6 മാസത്തിനുള്ളിലോ 3 മാസത്തിനുള്ളിലോ എന്തെങ്കിലും ചെറിയൊരു 5%, 10% ഇമ്പ്രൂവ്മെന്റ്സ് പതിയെ പതിയെ മതി. നിങ്ങൾ വല്ലാണ്ട് വിഷമിക്കുന്ന രീതിയിൽ, ദുഃഖിക്കുന്ന രീതിയിൽ, ടോക്സിക് ആകുന്ന രീതിയിൽ, നിങ്ങൾക്ക് സ്ട്രെസ് തരുന്ന രീതിയിൽ ഒരിക്കലും ഗോളുകൾ സെറ്റ് ചെയ്യരുത്. സോ whether the namaz prayer counts as exercise, that is an exercise, but it's more like mental. അത് കൂടുതൽ കുറച്ചുകൂടെ മെന്റൽ ആണ്. നമ്മൾ എന്ന് വെച്ചാൽ ഇമോഷണലി നമ്മളെ ഹീൽ ചെയ്യുന്ന എക്സസൈസ് ആണ്. നമാസ് ഇസ് ലൈക്ക് എന്താ പറയാ, നമസ്കാരം നമുക്ക് എന്ന് വെച്ചാല് ഇറ്റ്സ് എ ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മൾ പ്രേയർ നടത്തുന്ന പറയുന്നത് വേ ഓഫ് ഷോയിങ് അവർ ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ദ ബ്ലെസ്സിങ്സ് ദാറ്റ് വി ഹാവ്. നമ്മുടെ മെന്റലി നമ്മൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത് ദേഷ്യം പിടിക്കുന്ന സമയത്ത് പോയിട്ട് നിങ്ങൾ 2 റക്അത്ത് നിസ്കരിക്കാൻ പറയുന്നത്. വെൻ യു ആർ സോ ആംഗ്രി, ജസ്റ്റ് ഗോ ആൻഡ് ഡു ദാറ്റ്. അത് എടുക്കുന്ന രൂപത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി. അതുകൊണ്ട് നമ്മൾ ഇന്നലെ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞത് ദേഷ്യം കുറക്കാൻ ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് എ ബെസ്റ്റ് മെഡിസിൻ എന്ന് പറഞ്ഞു. സോ എനിവേ, കം ബാക്ക് ടു ദ പോയിന്റ്. ഹൈജീൻ, ലൈക്ക് ഷർമീന പറഞ്ഞു 10, ഓക്കെ, വെരി ഗുഡ്. 100 മാർക്ക് ഞാൻ എനിക്ക് കൊടുക്കുന്നു. ഓക്കെ, വെരി ഗുഡ്. അപ്പോ നമ്മൾ എന്താ വെച്ചാൽ, ഓക്കെ, അപ്പോ നിങ്ങളൊക്കെ ഹൈജീൻ എന്ന് പറയുമ്പോൾ
ഓരോ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അത് വളരെ നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തെ ബ്യൂട്ടിഫുൾ ആക്കി നിലനിർത്താനും നമുക്ക് സെൽഫ് ലവിന്റെ ഭാഗമാണ്, സെൽഫ് കെയർ ആണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഓവറായിട്ട് നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ ഓവർ കൺസേൺഡ് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് പോകരുത്. ഹെൽത്തി വേയിലായിരിക്കണം. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് ഉള്ള ആള്, ലൈഫ് പാർട്ണർ ചിലപ്പം ആ ഒരു ലെവലിലേക്ക്, ഹൈജീനിലേക്ക് നമ്മളുടെ അതേ ഇന്റൻസിറ്റിയിൽ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് കൺസേൺസ് ഉണ്ടാകും. ഓവർ പെർഫെക്ഷനിസം പാടില്ല. ബട്ട് ട്രൈ ടു ഇംപ്രൂവ് ഓർ ഹെൽപ്പ് യുവർ പാർട്ണർ ടു ബിക്കം. നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയയിൽ നമ്മുടെ പാർട്ണർ എന്ത് ചെയ്യുക, ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ദാറ്റ് വിൽ ബി എ ഗുഡ് തിങ്. വെയിറ്റ് ലെസ് ആണ്, നീഡ് ടു ഗെയിൻ. കുറച്ച് കൂട്ടണം. ഓക്കെ, കൂട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ആലോചിക്കാം. ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യാം. എന്നിട്ട് അവിടെ നിന്ന് ഒരു പേഴ്സണൽ ട്രെയിനറെ എടുത്തിട്ട് എന്താ വെച്ചാൽ അവരോട് സംസാരിച്ചിട്ട് ക്ലിയർ ചെയ്തിട്ട് വേണമെങ്കിൽ എന്ത് വെയിറ്റ് കൂട്ടാനുള്ള ഭക്ഷണ രീതികളുണ്ട്, കാര്യങ്ങളുണ്ട്, പ്രോട്ടീൻസ് ഇൻടേക്സ് സംഗതികളൊക്കെ ഉണ്ട്. യു കൻ ഇൻക്രീസ് ദാറ്റ്. ഓക്കെ, സോ എനിവേ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഒരു ഹെൽത്തി ബോഡിയിലേക്ക്. അതൊരു ഹൈജീനിക് ആയിട്ടുള്ള ഒരു ബോഡി കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത്, അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നിങ്ങളുടെ ചെറിയ ചെറിയ സംഗതികൾ അടക്കം, മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ നമ്മളുടെ ദേഹത്ത് നമ്മുടെ പാർട്ണറോട് ചോദിക്കണം. നമ്മുടെ ഹൈജീന്റെ കാര്യത്തിൽ കുറച്ചൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അറ്റ് ദ സെയിം ടൈം പാർട്ണറോട് നമ്മൾ ചോദിക്കണം, ആർ യു ലൈക്ക് യുനോ, നീ ആഗ്രഹിക്കുന്ന പോലെ തന്നെയാണോ, അല്ലെങ്കിൽ എന്റെ ശരീരം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില സംഗതികൾ എന്തെങ്കിലും പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. റൊമാൻറ്റിക് ലൈഫിന് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, വാട്ട് യു ഷുഡ് സ്റ്റോപ്പ് ഡൂയിങ്. ഹെൽത്ത് ഗോളിൽ വരുന്നൊരു കാര്യമാണ്. ചില ആൾക്കാർക്ക് സ്മോക്കിംഗ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഓവറായിട്ട് മൊബൈൽ യൂസ് ചെയ്യുന്ന സംഗതികൾ ഹെൽത്തിനെ ബാധിക്കുന്ന കാര്യമാണ്. ജങ്ക് ഫുഡ് കഴിക്കുന്നുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും സ്റ്റോപ്പ് ചെയ്യേണ്ടതുണ്ടോ, അത് ചോദിക്കാം. നിങ്ങൾ എന്തെങ്കിലും ദുശീലങ്ങളുണ്ടോ നിങ്ങളുടെ ഹെൽത്തിനെ ബാധിക്കുന്നത്, ഹെൽത്തി ആയിട്ടുള്ള അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്ന സമയത്ത് സ്റ്റോപ്പ് ചെയ്യേണ്ട സംഗതികൾ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ഗോളായിട്ട് സെറ്റ് ചെയ്യാം. പക്ഷെ ഇതൊരു ബെറ്റർ ലൈഫ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. പക്ഷേ ചോദ്യം ഇതാണെന്ന് വെച്ചാൽ, ഇതൊക്കെ നമ്മൾ ചെയ്താലും ഇല്ലെങ്കിലും ഇതിലേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിനൊക്കെ അപ്പുറത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ മെന്റൽ ഹെൽത്തിൽ നമ്മളുടെ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ആ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ പറഞ്ഞിരിക്കുന്ന അപ്പൊ ഗോളുകളൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്തല്ലോ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടിയല്ലോ, നിങ്ങൾക്ക് ഏതെല്ലാം രീതിയിൽ ഇംപ്രൂവ് ചെയ്യണം എന്നുള്ളത് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. ബട്ട് യു ഗോട്ട് എ ക്ലാരിറ്റി അല്ലെ, കുറച്ചൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. എവിടെയൊക്കെ നിങ്ങൾ ഗോളുകൾ സെറ്റ് ചെയ്യണം, മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഗോളുകൾ നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ട് നിങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്ന പാർട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ്. എങ്ങനെയാണ് നമ്മളുടെ ലൈഫിൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഹെൽത്ത് വലിയൊരു ഇഷ്യൂ ആയിട്ട്, ഹെൽത്ത് ഇഷ്യൂസിലേക്ക് നമ്മുടെ ഈ ഒരു ഇത് വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അതിനുള്ളൊരു സ്ലൈഡ് ഞാൻ ജസ്റ്റ് കാണിക്കാം, വാട്ട് ഈസ് ഹാപ്പനിങ് എന്നുള്ളത്. ഓക്കെ, നമ്മളുടെ ശരീരത്തിൽ ശരിക്കും ശ്രദ്ധിക്കണം. ഇനി കാണിക്കുന്ന സംഗതികൾ കാണുമ്പോൾ മൈൻഡ് ബോഡി കണക്ഷൻ എന്ന് പറയുന്ന ഒരു സംഗതി, നമ്മുടെ മനസ്സ്, ആ മനസ്സിൽ നമുക്ക് എന്താ വെച്ചാൽ കോൺഷ്യസ് മൈൻഡും ഉണ്ട്, അതേപോലെ നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡും ഉണ്ട്. ഓക്കെ, രണ്ട് മനസ്സുണ്ട്. നമുക്ക് ടെൻഷൻസ് വരുമ്പോൾ, സ്ട്രെസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ രണ്ട് മൈൻഡിൽ നിന്നും കമാൻഡുകൾ പോകും. നേരെ കമാൻഡ് പോകുന്നത് ANS, ഓട്ടോണമസ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക്. ഓക്കെ, അവിടുന്ന് നേരെ ആ കമാൻഡ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വോളണ്ടറി മസിൽസ് ഉണ്ട്, ഇൻവോളണ്ടറി മസിൽസ് ഉണ്ട്. നമ്മൾ അറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കുന്ന നമ്മുടെ മസിൽസ് ഉണ്ട്, ഇൻവോളണ്ടറി മസിൽസ് ഉണ്ട് അറിയാതെ. അപ്പൊ ഇൻവോളണ്ടറി മസിൽസ് ആണ് നമ്മുടെ മെറ്റാബോളിസം, ബോഡി മെറ്റാബോളിസം കൺട്രോൾ ചെയ്യുന്നത്. ഇൻവോളണ്ടറി ബോഡി മെറ്റാബോളിസം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ബോഡി മെറ്റാബോളിസം? Metabolism refers to all the chemical process which is going on inside our body that allow life and normal functioning. നമ്മുടെ ലൈഫ് ഫോഴ്സിനെ, നമ്മളെ നേരത്തെ പറഞ്ഞ ലൈഫ് ഫോഴ്സ് ഉണ്ടല്ലോ, ആ ലൈഫ് ഫോഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നതിൽ നമ്മളുടെ മെറ്റാബോളിസം, ശരീരത്തിന്റെ മെറ്റാബോളിസം എന്ന് പറയുന്ന ഭാഗത്തിന് വലിയ പങ്കുണ്ട്. എന്ത്, ശരീരത്തിൽ എങ്ങനെയാണ് ജീവൻ നിലനിർത്തുന്നതിനും ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും എങ്ങനെ വർക്ക് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. ആന്തരിക അവയവങ്ങൾ ഓരോന്നും ഓരോ അവയവങ്ങളിലേക്കും എത്തിക്കേണ്ട ഫുഡ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ, ആ ഫുഡിനെ നമ്മൾ കഴിക്കുന്ന ഫുഡ്, അതിൽ നിന്ന് ലഭിക്കേണ്ട, ശരീരത്തിന് ലഭിക്കേണ്ട പ്രോട്ടീൻസ്, മിനറൽസ്, സംഗതികൾ, കാര്യങ്ങളെല്ലാം, അതായത് എല്ലാ പോഷകങ്ങളും, ശരീരത്തിന് ലഭിക്കേണ്ട എല്ലാ പോഷകങ്ങളും
ഫുഡിൽ നിന്ന് വേർതിരിച്ചെടുത്ത് അത് ശരീരത്തിലൂടെ സപ്ലൈ ചെയ്യുന്ന, ഓരോ അവയവങ്ങളിലേക്കും എത്തിക്കുന്ന, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന, വിതരണം ചെയ്യുന്ന ഒരു പ്രോസസ്സ് നടത്തുന്ന ആ പ്രോസസ്സിനെയാണ്, അല്ലെങ്കിൽ അതാണ് ബോഡി മെറ്റബോളിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇത് നമ്മൾ എന്ന് വെച്ചാൽ ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ശരീരത്തെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനിങ്ങിന് തയ്യാറാക്കുക, നല്ല രീതിയിലേക്ക് ശരീരത്തെ നിലനിർത്തുക, അവയവങ്ങൾ കേടുവരാതെ സൂക്ഷിക്കുക, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഇതിന്റെ ഭാഗമാണ്. ആൻഡ് ദിസ് പ്രോസസ് ഇൻക്ലൂഡ് ദിസ് ബ്രേക്ക് ഡൗൺ ദ ന്യൂട്രിയൻസ് ഫ്രം ദ ഫുഡ്. നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ കഴിക്കുന്നത്, ആൻഡ് ദോസ് റിപ്പയർ അവർ ബോഡി. നമ്മുടെ സെല്ലുകളെ, മനസ്സിലാവുണ്ടോ? സെല്ലുകൾ എന്ന് വെച്ചാൽ റിപ്പയർ ചെയ്യുന്നതിലും നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് ന്യൂട്രിയൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തെടുത്തിട്ട് എത്തിക്കുകയും, അതേപോലെ തന്നെ സെല്ലുകളെ, നമ്മുടെ കോശങ്ങൾ, ശരീരം മുഴുവൻ നിർമ്മിക്കപ്പെട്ടത് എങ്ങനെയാണ്? ഓരോ കോശങ്ങളാണ്. ഈ കോശങ്ങളെ നശിക്കാതെ, അല്ലെങ്കിൽ അതിനെ റിപ്പയർ ചെയ്ത്, നശിച്ചിട്ടുള്ള കോശങ്ങളെ റിപ്പയർ ചെയ്ത് പുതുതായിട്ട് ജനറേറ്റ് ചെയ്യുന്നതിനൊക്കെ ഈ ബോഡി മെറ്റബോളിസം ആണ് നമ്മളെ സഹായിക്കുന്നത്. ഈ ബോഡി മെറ്റബോളിസം, ഈ പറഞ്ഞിരിക്കുന്ന ബോഡി മെറ്റബോളിസം എന്ന് വെച്ചാൽ എന്താ അത് ചെയ്യുന്നത്? ആക്ച്വലി ഇറ്റ് നെവർ സ്റ്റോപ്സ്. അത് ഇൻവോളണ്ടറി മസിൽ പ്രവർത്തിക്കുന്നത് പോലെ അതൊരിക്കലും നിലയ്ക്കാതെ 24 hours വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് നമ്മുടെ ശരീരത്തിൽ. ആൻഡ് ഇറ്റ് നെവർ സ്റ്റോപ്സ്. ആൻഡ് ഈവൻ വെൻ യുവർ ബോഡി ഈസ് അറ്റ് റെസ്റ്റ്, നമ്മുടെ ശരീരം റെസ്റ്റിലാണെങ്കിൽ പോലും അതെന്താ വെച്ചാൽ എനർജി ഫോർ ബേസിക് ബോഡി ഫങ്ഷൻ, നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള എനർജി എന്താകും? അത് സപ്ലൈ ചെയ്യുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു എനർജി ഇല്ലാത്ത പോലെയാണ്, ഒരു ഊർജ്ജമില്ലാത്ത പോലെയാണ്, അല്ലെ? ഒരു ശക്തി ഇല്ലാത്ത പോലെയാണ്, ക്ഷീണിച്ചു പോകും അല്ലാണ്ട്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ മെറ്റാബോളിസം സ്ലോ ഡൗൺ ആവുകയാണ്, വീക്ക് ആവുകയാണ്. ക്ലിയർ ആണോ? മനസ്സിലായോ? സോ നമ്മുടെ ബോഡി മെറ്റാബോളിസം എന്ന് വെച്ചാൽ വീക്ക് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോ ഈ ഒരു സംഗതി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് നമ്മുടെ ശരീരത്തില് ബോഡി മെറ്റാബോളിസം കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മുടെ ശരീരത്തിൽ നല്ല എനർജി ഉണ്ടാവും, എനർജി ബ്ലോക്ക് ഒന്നുമില്ല, ക്ലിയർ ആയിട്ട് പോകുന്നു. അപ്പൊ നമുക്ക് അതെന്ത് നമ്മളെ സഹായിക്കുന്നു? നമ്മുടെ ജീവൻ നിലനിർത്താൻ, നമ്മുടെ ശ്വസനം നല്ല രീതിയിലേക്ക് പോകാൻ, ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യാൻ, നമ്മുടെ എനർജി സർക്കുലേറ്റ് ചെയ്യാൻ, അതിലൂടെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ. ഇപ്പോൾ മെറ്റാബോളിസം വീക്ക് ആയി കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ ബ്ലോക്കുകൾ വരും, പ്രശ്നങ്ങൾ വരും, സംഗതികൾ വരും. അതേപോലെ എന്തൊക്കെ പ്രശ്നങ്ങൾ വരും? ബ്ലഡ് പ്രഷർ കൂടാൻ സാധ്യതയുണ്ട്. അപ്പം മെറ്റാബോളിസം വീക്ക് ആയി കഴിഞ്ഞാൽ BP കൂടാൻ സാധ്യതയുണ്ട്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. BP ലോ ആണുള്ള സാധ്യതകളുണ്ട്. സർക്കുലേറ്റിംഗ് ബ്ലഡ്, ദെൻ ഡൈജസ്റ്റിംഗ് ഫുഡ് ഡൈജസ്റ്റ് ചെയ്യുന്നതിൽ മെറ്റാബോളിസത്തിന് ഡ്യൂട്ടി ഉണ്ട്, നമ്മൾ ഭക്ഷണം ദഹിപ്പിക്കുന്നത് ശരീരത്തിലേക്ക്. ആൻഡ് ഗ്രോയിങ് റിപ്പയറിംഗ് സെൽസ്, മാനേജിങ് ഹോർമോൺ ലെവൽസ്. ഇതേ മെറ്റാബോളിസം നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോർമോൺസ്, നമുക്ക് നല്ല മൂഡ് നൽകുന്നതടക്കമുള്ള, നമ്മുടെ സ്ട്രെസ് നൽകുന്നതടക്കമുള്ള ഹോർമോൺസിന്റെ പ്രൊഡക്ഷന് ഈ മെറ്റാബോളിസത്തിന്റെ വർക്കിംഗ് കാരണമാകും. നിങ്ങൾ നമ്മുടെ ശരീരത്തിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള ഹാപ്പി ഹോർമോൺസ്, ഡോപ്പമൈൻ, സെറട്ടോണിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വല്ലാത്ത ഡിപ്രഷൻ അല്ലെങ്കിൽ മൂഡ് സ്വിങ്സ് വല്ലാണ്ട് വരും. നിങ്ങളുടെ മൂഡ് സ്വിങ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇമോഷൻസ് ബാലൻസ്, എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ദുഃഖം വരിക, ഇടയ്ക്കിടയ്ക്ക് വിഷമം വരിക, ഇടയ്ക്കിടയ്ക്ക് സങ്കടങ്ങൾ വരും. അപ്പൊ ഹോർമോൺ ലെവൽ ചെക്ക് ചെയ്യാൻ പറയാറുണ്ട്. അപ്പൊ ഇതിന് കാരണമാകുന്ന പല സംഗതികൾ ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഹോർമോൺ ലെവൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഈ പറഞ്ഞ ചില ഹോർമോൺസിന്റെ കുറവ് നമുക്ക് വരും. മനസ്സിലാവുന്നുണ്ടോ? വൈറ്റമിൻസിന്റെ കുറവിന് കാരണമാകും. ഇനി ഇതേപോലെ ഹോർമോൺ ലെവൽസ്, അതിൽ ഡോപ്പമൈൻ ഇഷ്യൂ ഉണ്ടാകും, സെറട്ടോണിൻ ഇഷ്യൂ ഉണ്ടാകും, എൻഡോർഫിൻ, ഓക്സിറ്റോസിൻ, ഇതിന്റെയൊക്കെ ഹോർമോൺ കുറഞ്ഞു പോകും. ഇതൊക്കെ വർദ്ധിക്കേണ്ടതുണ്ട്. മെറ്റാബോളിസം വീക്കായിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പ്രശ്നം വരും. അപ്പോൾ നമുക്ക് വലിയ ഇമോഷണൽ ഇറഗുലാരിറ്റി ഉണ്ടാവും, നമുക്ക് വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിലൂടെ കടന്നു പോകും. അടുത്തെന്താണ്? റെഗുലേറ്റിംഗ് ബോഡി ടെമ്പറേച്ചർ, ശരീരത്തിന്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നതിലടക്കം മെറ്റാബോളിസത്തിന് തന്നു. സോ മേജർ ഹോർമോൺ ചേഞ്ചസ് ബിക്കോസ് ഓഫ് ദ സ്ട്രെസ്. ഇനി പറയാൻ പോകുന്ന ഒരു കാര്യം, നമ്മുടെ ശരീരത്തിലെ മെറ്റാബോളിസം വീക്ക് ആവാൻ കാരണമാകും എന്ത്? നമുക്ക് സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ, ട്രോമ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന 2 ഹോർമോൺസ് ആണ്. ഒന്ന് അഡ്രിനാലിൻ ആൻഡ് കോർട്ടിസോൾ. ഓക്കെ, അപ്പോ അഡ്രിനാലിൻ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പെട്ടെന്ന് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നതാണ്. സോ ഇൻക്രീസ്, നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടും, ബ്രീത്തിങ് പാൽപിറ്റേഷൻ വരും നമുക്ക്, അതേപോലെ തന്നെ ബ്രീത്തിങ് ഇഷ്യൂസ് വരും, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ബുദ്ധിമുട്ട് വരുന്നു. ഓക്കെ, കോർട്ടിസോൾ, ഈ പറഞ്ഞിരിക്കുന്ന കോർട്ടിസോൾ നിങ്ങളുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? കോർട്ടിസോൾ ഇസ് എ ഹോർമോൺ നാച്ചുറലി പ്രൊഡ്യൂസ് യുവർ ബോഡി, നമ്മുടെ ബോഡി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ്. ഇത് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെട്ടാൽ എന്ത് സംഭവിക്കും?
എന്ത് സംഭവിക്കും? നമ്മളുടെ മെറ്റാബോളിസം വീക്ക് ആവും, സ്ലോ ഡൗൺ ആവും ഒരു പരിധിക്കപ്പുറം. ഇതെങ്ങനെയാണ് ഉത്പാദിപ്പിക്കപ്പെടുന്നത്? കോർട്ടിസോൾ എങ്ങനെ നമ്മൾ എപ്പോഴൊക്കെ സ്ട്രെസ്സിലേക്ക് പോയോ അപ്പോഴൊക്കെ കോർട്ടിസോൾ ഉത്പാദിപ്പിക്കപ്പെടും. കിഡ്നിയിലാണ് ഇത് ഉത്പാദിപ്പിക്കപ്പെടുന്നത്. അഡ്രിനൽ ഗ്ലാൻസ് എന്ന് പറയുന്ന കിഡ്നിയിലാണ് ഇത് ഉത്പാദിപ്പിക്കപ്പെടുന്നത്. ഇത് ഉത്പാദിപ്പിക്കപ്പെടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരം എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് എന്ത് ചെയ്യും? ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറയുന്ന മോഡിലേക്ക് പോകും. ഇങ്ങനെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റിലേക്ക് മോഡിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബോഡി പെട്ടെന്ന് എന്ത് ചെയ്യും? ബോഡിയുടെ ഫങ്ഷൻസ് സ്ലോ ഡൗൺ ആവും. അതായത് നമ്മളുടെ മെറ്റാബോളിസം എന്ന് പറയുന്ന ബോഡി മെറ്റാബോളിസം സ്ലോ ഡൗൺ ആകും, എനർജി ഫ്ലോ ബ്ലോക്ക് സംഭവിക്കും, ബോഡിയുടെ ഫങ്ഷൻസ് എന്ത് ചെയ്യും? വീക്ക് ആവും. വല്ലാണ്ട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് ആൾ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് പാനിക് അറ്റാക്ക് വരുന്നത് ഇതുകൊണ്ടാണ്. ചില ആൾക്കാർ എന്താ വെച്ചാൽ ബോധം പോകുന്നത് പേടിച്ചിട്ട് വിറച്ചു പോയിട്ട് ബോധം പോകുന്നത്, ഫ്രീസ് ആയി പോകുന്ന സിറ്റുവേഷനിലേക്ക് പോകുന്നത് ഇതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ നോർമലി ഇത് ചിലർ പെട്ടെന്ന് ഒറ്റയ്ക്ക് ഈ പാനിക് അറ്റാക്കിലേക്കോ അല്ലെങ്കിൽ സംഗതിയിലേക്കോ പോയില്ലെങ്കിലും ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വല്ലാണ്ട് സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ ബോഡിയിൽ ഈ ഫങ്ഷൻസ് എന്ത് ചെയ്യും? ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പല പ്രശ്നങ്ങൾക്ക് ഇത് കാരണം. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇത് ആവർത്തിച്ചു കഴിഞ്ഞാൽ കോർട്ടിസോൾ ലെവൽ ഭയങ്കരമായിട്ട് വർദ്ധിക്കുകയും അത് ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് എന്ത് ചെയ്യും? മെറ്റാബോളിസം വീക്ക് ആകുന്ന രൂപത്തിലേക്ക് അത് നയിക്കുകയും ചെയ്യും. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? അങ്ങനെ മെറ്റാബോളിസം വീക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനർജി ഫ്ലോ നടക്കില്ല. എനർജി ഫ്ലോ കറക്റ്റ് ആയിട്ട് നടക്കാതെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? എനർജി ഫ്ലോ കറക്റ്റ് ആയിട്ട് നടക്കാതെ വരുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് മെറ്റബോളിസം വീക്ക് ആകുമ്പോൾ പ്രതിരോധ ശക്തി കുറയും. നമ്മളുടെ ഇമ്മ്യൂണിറ്റി കുറയും ശരീരത്തിൽ. ഇമ്മ്യൂണിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ, ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ രോഗപ്രതിരോധ ശക്തി കുറയും. രോഗത്തെ പ്രതിരോധിക്കാനുള്ള സെല്ലുകളുടെ, മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ശരീരത്തിൽ അസുഖങ്ങളെ പ്രതിരോധിക്കാനുള്ള സെല്ലുകളുണ്ട്. അപ്പോൾ രോഗങ്ങളെ എങ്ങനെ പറയാ? ഹൗ ഡു യു ദാറ്റ് എക്സാക്ട് വേർഡ് ഐ ആം നോട്ട് ഗെറ്റിംഗ്. അപ്പൊ അത്തരത്തിലുള്ള രോഗപ്രതിരോധ ശക്തി കുറയും ഓട്ടോമാറ്റിക്കലി. അത് ഓട്ടോമാറ്റിക്കലി കുറയുന്നതോടുകൂടി അസുഖങ്ങൾ നമുക്ക് വരും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ വന്നിരിക്കുന്ന അസുഖ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഈ പറഞ്ഞിരിക്കുന്ന, മനസ്സിലാവുന്നുണ്ടോ? അധിക അസുഖങ്ങളും സൈക്കോസൊമാറ്റിക് എന്ന് പറയും. ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നത് നമുക്കിപ്പോ ഈ പറയുന്ന BP, ബ്ലഡ് പ്രഷറിന്റെ സംഗതികളായിക്കോട്ടെ, അല്ലെങ്കിൽ ഷുഗർ എന്ന് പറയുന്നത് നമ്മൾക്ക് ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള പല സംഗതികളിലും സ്ട്രെസ്സിന് നിങ്ങൾ വല്ലാണ്ട് അണ്ടർ സ്ട്രെസ് ആണെന്നുണ്ടെങ്കിൽ അതാണ് അതിന്റെ കാരണം. ഈ സ്ട്രെസ്സിനെ നമുക്ക് എന്ത് ചെയ്യണം? ഹീൽ ചെയ്യണം. നമ്മൾ ഇതിനു മുൻപ് ട്രോമ സംഭവിച്ചത് കൊണ്ട് ലൈഫിൽ പല പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസിലൂടെ കടന്നു പോകും. പഴയകാല സംഗതികളിലൊക്കെ കടന്നു പോകുന്ന ശീലിച്ചു. അതിന് ട്രിഗർ ചെയ്യുന്ന സംഭവങ്ങൾ ഇപ്പോഴും സംഭവിക്കുന്നു. നമ്മുടെ ലൈഫിൽ എപ്പോഴും ഇങ്ങനെ ഇഷ്യൂസ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പഴയ ഇഷ്യൂസ് റൂട്ട് കോസ് കണ്ടെത്തിയിട്ട് ക്ലിയർ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ആ സ്ട്രെസ് മുഴുവൻ ബോഡിയിൽ ഇപ്പോഴും അവിടെ കിടക്കും. നിങ്ങൾ പേടിച്ചിട്ടുള്ളതും ഭയന്നിട്ടുള്ളതും വിഷമിച്ചിട്ടുള്ളതും സങ്കടപ്പെട്ടുള്ളതും പ്രയാസപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സെല്ലുലാർ മെമ്മറിയിൽ ഇപ്പോഴും എവിടെ കിടക്കുകയാണ്? അവിടെ സ്ട്രോങ് ആയിട്ട് കിടക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കാണിക്കാം. ഐ വിൽ ഷോ യു. അതായത് നമ്മുടെ ലൈഫ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നമ്മുടെ ഓട്ടോണമസ് നെർവസ് സിസ്റ്റത്തിൽ നിന്ന് എപ്പോഴും എന്ത് ചെയ്യാണ്? ഒരു സ്ട്രെസ് വരുന്ന സമയത്തൊക്കെ നമ്മുടെ മൈൻഡിലേക്ക് ഒരു നെഗറ്റീവ് ചിന്ത വരുന്നു. ആ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നോ കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ അതിനെക്കുറിച്ച് വറീഡ് ആവുന്നു. സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ട്രിഗർഡ് ആവുന്നു. നേരെ ഓട്ടോണമസ് നെർവസ് സിസ്റ്റത്തിലേക്ക് പോകുന്നു. അവിടെ നിന്ന് ഒരു കമാൻഡ് പോകുന്നു. ബോഡി ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലാണ്. നേരെ കോർട്ടിസോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. മെറ്റാബോളിസത്തെ അത് ബാധിക്കുന്നു. ക്ലിയർ ആണോ? കോർട്ടിസോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, മെറ്റാബോളിസത്തെ അത് ബാധിക്കുന്നു. അത് ബാധിച്ചു കഴിഞ്ഞാൽ അന്ന് ഇൻസിഡന്റ് ഉണ്ടായ, ട്രോമ ഉണ്ടായ സമയത്ത് ഉണ്ടായിട്ടുള്ള ആ ഒരു പെയിൻ, ആ ഒരു അതിന്റെ എനർജി ബ്ലോക്ക് സെല്ലുകളിൽ അവിടെ സെല്ലുലാർ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നു. ആ ഒരു മെമ്മറി മൊത്തം ഓർമ്മ, ആ ഒരു വിഷമിപ്പിക്കുന്ന ഓർമ്മ അവിടെ ഉണ്ടാവാറുണ്ടല്ലോ, അത് നേരെ സെല്ലുലാർ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നു. ദാറ്റ് മീൻസ് സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ പറയും സെല്ലുലാർ മെമ്മറിയിൽ എന്ത് ചെയ്യുന്നു? അത് സ്റ്റോർ ചെയ്യപ്പെടുന്നു. അപ്പൊ ആ ഭാഗത്തുള്ള സെല്ലിനെ അത് എന്ത് ചെയ്യുന്നു? അവിടുത്തെ ഇമ്മ്യൂണിറ്റിയെ അത് ബാധിക്കുന്നു. ഓട്ടോമാറ്റിക്കലി ആ എനർജി പിന്നെ അത് റിപ്പീറ്റഡ് ആയിട്ട് ട്രിഗർ ചെയ്യുന്നു.
എപ്പോഴെങ്കിലും സിമിലർ ആയിട്ടുള്ള സംഗതി വീണ്ടും നമ്മൾ കാണുകയോ ചിന്തിക്കുകയോ ചെയ്യുമ്പോൾ ഫീൽ ചെയ്യുകയോ ചെയ്യുമ്പോൾ വീണ്ടും ഇതേ കാര്യം സംഭവിക്കുന്നു. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് സംഭവിച്ചിട്ട് ഇതേപോലെ ലൈക്ക് ബോഡി മെറ്റാബോളിസം വീക്ക് ആവുന്നു, എനർജി ബ്ലോക്ക് സംഭവിക്കുന്നു, സെല്ലുലാർ മെമ്മറിയിൽ ആ സംഗതി സ്റ്റോർ ചെയ്യപ്പെടുന്നു, അത് ക്ലിയർ ചെയ്തിട്ടില്ല, ഹീലിംഗ് നടന്നിട്ടില്ല. അങ്ങനെ അവസാനം അതൊരു മെന്റൽ പാറ്റേൺ ആയിട്ട് മാറുന്നു. ക്ലിയർ ആണോ? അതൊരു വിശ്വാസമായി മാറുന്നു. അതൊരു വിശ്വാസമായി മാറുന്നതോട് കൂടിയിട്ട് അതാണ് നമ്മുടെ പിന്നീട് റിയാലിറ്റി. നമ്മുടെ ലൈഫ് പിന്നീട് നയിക്കുന്നത് അതാണ്. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ വിശ്വസിക്കുന്നത് ഇങ്ങനെ മെന്റൽ പാറ്റേൺ ആയിട്ട് നമുക്ക് ഡെവലപ്പായ കാര്യങ്ങൾ എന്തൊക്കെയാ ഉള്ളത്? ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന അസുഖങ്ങൾ വരുന്നത്, അസിഡിറ്റി പ്രശ്നം, നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു സംഗതി ഉണ്ട്. ഒരു പ്രാവശ്യം വന്നു, നിങ്ങൾക്ക് വല്ലാണ്ട് ബോഡിയിൽ സ്ട്രെസ് വന്നു, എന്തോ ഒരു സ്ട്രെസ് നിങ്ങളുടെ ഉള്ളിൽ കയറി കൂടി, ആ സ്ട്രെസ് വന്നിട്ട് അത് നിങ്ങളുടെ ബോഡിയെ ബാധിച്ചു, നിങ്ങളുടെ മെന്റൽ പാറ്റേൺ അത് ബാധിച്ചു. സോ ഇറ്റ് ഈസ് എഫക്ട്, ആ മെന്റൽ പാറ്റേൺ ആയിട്ട് മാറിയിട്ടുണ്ട്. എന്താണ്? നിങ്ങൾ വിശ്വസിച്ച് വെച്ചൊരു വിശ്വാസമായി മാറിയിട്ടുണ്ട്. എന്താ മെന്റൽ പാറ്റേൺ? വീണ്ടും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുക മെന്റൽ പാറ്റേൺ ഉള്ളതുകൊണ്ട്. എന്താണ് നിങ്ങളുടെ വിശ്വാസം? ഇന്ന ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഗ്യാസ് വരും, അല്ലെങ്കിൽ എന്താ പറയുക, അസിഡിറ്റി പ്രശ്നം ഉണ്ടാകും, എനിക്ക് ബ്ലോട്ടിംഗ് സംഭവിക്കും. ഇത് നമ്മൾ എവിടെന്നെങ്കിലും കേട്ട് കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയ നിന്നാവാം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്നാ, വീട്ടിൽ നിന്നാ, ആരെങ്കിലും പറഞ്ഞതായിരിക്കാം. അപ്പൊ ആ ഭക്ഷണം ഒഴിവാക്കുക എന്ന് പറഞ്ഞില്ല. അപ്പൊ അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പേടിയാണ്. അപ്പൊ ആ മെന്റൽ പാറ്റേൺ എന്ത് ചെയ്യും? ട്രിഗർ ചെയ്യും. ക്ലിയർ ആണോ? ആ പെയിനെ ട്രിഗർ ചെയ്യും. ബോഡി വീണ്ടും സ്ട്രെസ്സിലേക്ക് പോകുന്നു, നമ്മൾ അറിയാതെ ബോഡി സ്ട്രെസ്സിലേക്ക് പോകുന്നു, ബോഡി അത് അനുഭവിക്കുന്നു, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, മെറ്റാബോളിസം വീക്ക് ആവുന്നു, കാര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഇറ്റ് ബിക്കംസ്, ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന വരും, ഷഹീന പറയുന്നു. ചില ആൾക്കാർക്ക് അങ്ങനെയാണ്, എനിക്ക് തലവേദന വരും, അപ്പൊ ചായ കുടിച്ചു കഴിഞ്ഞാൽ മാറും. അതൊരു മെന്റൽ പാറ്റേൺ ആയി മാറും. പൊടി തട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അലർജി വരും. അങ്ങനെ ഒരു സംഗതി ഇല്ല. അത് നിങ്ങൾക്ക് മാത്രം എന്താ പൊടി തട്ടിയോ, ചില ആൾക്കാർക്ക് എന്താ പറ്റാത്തത്. അപ്പൊ അത് ആക്ച്വലി എന്താ വെച്ചാല് അതൊരു പ്രാവശ്യം നമുക്ക് അങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ അതിന്റെ കാരണം വേറെ എന്തെങ്കിലും ഉണ്ടാകാം. നമ്മളുടെ ഉള്ളിൽ സ്ട്രെസ് ഉള്ള സംഗതി ആയിരിക്കാം. പിന്നീട് നമുക്ക് എന്താ വെച്ചാൽ ഈ പൊടി ഈ പൊടി തട്ടിക്കഴിഞ്ഞാൽ ജലദോഷം പിടിക്കൂട്ടോ. പൊടി തട്ടി വെറുതെ മൂക്ക് കെട്ടിക്കോ. പൊടി തട്ടുമ്പോൾ മൂക്ക് കെട്ടണം, മൂക്ക് മറക്കണം, അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യും? വെറുതെ ജലദോഷം പിടിക്കും, അല്ലെങ്കിൽ സംഗതികൾ സംഭവിക്കും. പിന്നെ നമുക്കത് സെല്ലുലാർ മെമ്മറിയിൽ അത് സ്റ്റോർ ചെയ്തു. ഓട്ടോമാറ്റിക്കലി അടുത്ത തവണ നമ്മൾ പൊടിക്ക് എക്സ്പോസ്ഡ് ആകുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് പേടി വരുന്നു, മെന്റൽ പാറ്റേൺ വർക്ക് ചെയ്യുന്നു, പേടി വരുന്നു, ആ വിശ്വാസം വർക്ക് ചെയ്യുന്നു, ശരീരം ഓട്ടോമാറ്റിക്കലി കമാൻഡ് കൊടുക്കുന്നു, ശരീരം ഒരു പേടിച്ചിട്ടുള്ള ത്രെട്ട് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. ആ പേടിയാണ് ഓട്ടോമാറ്റിക്കലി സെയിം സംഭവി റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇറ്റ് ഹാപ്പൻസ് ടു യു. അപ്പൊ ആ മെന്റൽ പാറ്റേൺ ബ്രേക്ക് ചെയ്യണം. EFT നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മെന്റൽ പാറ്റേൺ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ടാപ്പിംഗ് ചെയ്യുന്നു. നമ്മൾ അതിന് വേണ്ട കറക്റ്റ് കമാൻഡ്, ആ മെന്റൽ പാറ്റേൺ എന്താ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഐഡന്റിഫൈ ചെയ്ത്, എന്തോ ഒരു വിശ്വാസം, എന്തോ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ട് ഈ അസുഖം ഉണ്ടാവാൻ. റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് അസുഖം ഉണ്ടാകും, നിങ്ങൾ വിശ്വസിച്ച് വെച്ച എന്തോ ഒരു ചിന്ത, എവിടെ നോക്കിയിട്ടുള്ള ചിന്ത. പഞ്ചസാര കഴിച്ചു കഴിഞ്ഞാൽ അല്ലേ, ഉള്ളിൽ വന്നിട്ടില്ലേ? അപ്പൊ ഉള്ളിൽ ഇങ്ങനെ കഴിക്കുമ്പോൾ ആ പേടിയോടുകൂടിയാണ് കഴിക്കുന്നത്. ആ പേടിയോടുകൂടിയാണ് ഞാൻ 30 വയസ്സായി, 35 വയസ്സായി, ഇനി കുറക്കണം, അല്ലെങ്കിൽ പ്രശ്നമാണ്, പഞ്ചസാര പ്രശ്നമാണ്. ബോഡി വെയിറ്റ് കുറക്കാനുള്ള മെന്റൽ പാറ്റേൺ എന്താ? ബോഡി വെയിറ്റ് കുറക്കാനുള്ള മെന്റൽ പാറ്റേൺ. ഹിസ്റ്ററി ചോദിക്കും, ബോഡി വെയിറ്റ് വരാനുള്ള മെന്റൽ പാറ്റേണാണ് നോക്കേണ്ടത്. എന്നിട്ട് അത് ആ മെന്റൽ പാറ്റേൺ, ഞാൻ ബോഡി വെയിറ്റ് കൂടാൻ കാരണം എന്തായാലും, നിങ്ങൾ എന്താ ബോഡി വെയിറ്റ് കൂടാൻ കാരണം എന്താണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? കൂടുതലായി ഭക്ഷണം കഴിച്ചു എന്നുള്ളതാണ്. ആ ചിന്തയ്ക്കാണ് പ്രശ്നം. ആ ചിന്ത നിങ്ങളെ ബാധിക്കുന്നുണ്ടോ? പക്ഷെ ഒരാൾ ചിന്തിക്കണം, ഞാൻ എത്ര ഭക്ഷണം കഴിച്ചാലും എനിക്ക് വെയിറ്റ് കൂടില്ല എന്നൊരു വിശ്വാസം ഉള്ളിൽ ഫീൽ ചെയ്യുന്ന ഒരാളുണ്ടാവും. ഞാൻ എത്ര ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും അയാൾ വെയിറ്റ് കൂടില്ല. കാരണം അയാളുടെ മെന്റൽ പാറ്റേണിൽ എന്താ വെച്ചാൽ വെയിറ്റ് കൂടാനുള്ള സംഗതിയില്ല. അതിനർത്ഥം എന്ന് വിചാരിച്ചിട്ട്, കാരണം അതൊരു വിശ്വാസം ഇല്ലാത്ത ഒരാളാണ്. അയാൾക്കത് ഫീൽ ചെയ്യുന്ന പോലും ഇല്ല. കാരണം അയാൾ കുറെ കാലമായിട്ട് കേട്ടത് എന്തായിരിക്കും? ഇവരെത്ര ഭക്ഷണം കഴിച്ചിട്ട് കാര്യമില്ല, ഇത് മുഴുവൻ കഴിച്ചിട്ട് എവിടേക്കാ പോണേ? ഇങ്ങനെ കേട്ട് അതിവിശ്വസിച്ച ഒരാളുണ്ടാവും. ഞാൻ കഴിച്ചാൽ ഏൽക്കില്ല, അങ്ങനെ വിശ്വസിച്ച ഒരാളുണ്ട്. അവർക്ക് അത് വർക്കൗട്ട് ആവും. ഭക്ഷണം കഴിച്ചാൽ വെയിറ്റ് കൂടും എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം അത് കേട്ടിട്ട് ശീലിച്ചിട്ടുണ്ടാവും. നീ കഴിക്കുന്നതൊക്കെ ഒന്ന് നിയന്ത്രിക്കും, ഇതൊക്കെ കുറച്ചു കഴിഞ്ഞാൽ നടക്കൂലട്ടോ, ആകെ
ഓവർ വെയിറ്റ് ആവും എന്ന കമാൻഡ് കേട്ട് അത് വിശ്വസിച്ചിട്ടുള്ള ആൾക്കാരാണ്. സോ വാട്ട് ഈസ് യുവർ വെയിറ്റ് ഗെയിൻ? ഇനി അതൊന്നും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടാവും വെയിറ്റ് ഗെയിന്റെ കാരണമായിട്ട്. അതായത് എന്തെങ്കിലും ഒരു സ്ട്രെസ് നമ്മളുടെ ശരീരത്തിൽ ഫാറ്റ് അടിഞ്ഞു കൂടാൻ കാരണം. സ്ട്രെസ് നമ്മുടെ വെയിറ്റ് ഗെയിൻ കൂട്ടുന്ന കാര്യമാണ്. അപ്പൊ നിങ്ങൾ നമ്മുടെ EFTയുടെ കോഴ്സിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻഡെപ്തിൽ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാനും പഠിക്കാൻ പറ്റും. നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. സോ യു ക്യാൻ കം ആൻഡ് ജോയിൻ ആൻഡ് ലേൺ അബൌട്ട് ദിസ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇത് കുറയ്ക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ടാപ്പ് ചെയ്തിട്ട് നമ്മൾ ഹീൽ ചെയ്യുമ്പോൾ നമ്മുടെ ആ സ്ട്രെസ്സിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞു നിങ്ങളുടെ അസുഖങ്ങളും. കാരണം അധിക അസുഖങ്ങളും എന്താണ്, മനോജന്യ രോഗങ്ങളാണ്. അവർ 95% മനോജന്യ രോഗങ്ങളാണ്. അതായത് സ്ട്രെസ് ആണ് അതിന്റെ മൂലകാരണം. അപ്പൊ സ്ട്രെസ് നമ്മൾ ഹീൽ ചെയ്താൽ തന്നെ ഒരുപാട് അസുഖങ്ങളും. നിങ്ങളുടെ മുട്ടുവേദന, ബാക്ക് പെയിൻ, ഇങ്ങനെ പല സംഗതികളും മെറ്റാഫിസിക്കൽ അനാറ്റമി എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതിൽ പറയുന്നത് കംപ്ലീറ്റ്ലി ഇത്തരത്തിലുള്ള സംഗതികളാണ്, മെറ്റാഫിസിക്കൽ അനാറ്റമി. അപ്പോ അതില് നിങ്ങൾക്ക് ഉള്ള ട്രോമ നിങ്ങൾക്ക് പല ശാരീരിക അസുഖങ്ങൾക്കും കാരണം അവിടെ ആ എനർജി ബ്ലോക്ക് ഉള്ളത് കൊണ്ടാണ്. നമ്മുടെ ശരീരം ട്രോമ ഉണ്ടായിട്ട് നമ്മുടെ അസുഖങ്ങളും നമ്മുടെ ബുദ്ധിമുട്ട്, ശരീരത്തിലെ വേദനകളും സംഗതികളും ഒക്കെ വേദനകളും സംഗതികളും ഒക്കെ നമ്മുടെ ശരീരത്തിൽ നമുക്ക് സ്റ്റോർ ചെയ്തിട്ട്, ചെറുപ്പത്തിൽ സംഭവിച്ചിട്ടുള്ളത് മുതൽ പെയിൻഫുൾ ആയിട്ടുള്ള സംഗതികൾ നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്തിട്ട് അതൊരു പരിധി വരെ 30 വയസ്സ് വരെ വലിയ കുഴപ്പമില്ല, ശരീരത്തിന് താങ്ങാനാണ്. 30 വയസ്സിന് ശേഷം എന്തുകൊണ്ടാണ് അധികം ആൾക്കാർക്കും അസുഖങ്ങൾ വരുന്നത്? 40 വയസ്സ്, 35 വയസ്സ്, 40 വയസ്സിന് ശേഷം പല പ്രശ്നങ്ങളും വരുന്നു. യൂറിക് ആസിഡിന്റെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ള അസുഖങ്ങൾ, മറ്റുള്ള ബുദ്ധിമുട്ടുകൾ, സംഗതികൾ, കാര്യങ്ങളൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ്? ഓക്കെ. അപ്പൊ അത് അങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണ്? അത് വരുന്നതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബോഡിക്ക് താങ്ങാൻ കഴിയുന്നതിന് അപ്പുറമാണ് എന്ത് ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞു അത് പ്രതികരിക്കാൻ തുടങ്ങും. ശരീരത്തിന് ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞ് പ്രതികരിക്കാൻ തുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ അതിനെ നമുക്ക് എന്ത് ചെയ്യണം? നമ്മളുടെ ട്രോമ വേരോടെ ഹീൽ ചെയ്താൽ മാത്രമേ അത് ക്ലിയർ ആവുള്ളൂ. ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്തിനുണ്ടായിരുന്ന ഒരു കാര്യമാണ് കൈമുട്ടിന് വേദന. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ആ സ്റ്റോറി. ഇവിടെ ഈ ഷോൾഡർ, അതേപോലെ ഈ ഭാഗത്ത് നല്ല പെയിൻ വരും. പുള്ളിക്ക് ഡ്രൈവ് ചെയ്യാൻ പോലും കഴിയില്ല. അപ്പം ഇടത്തെ കൈ കൊണ്ട് മാത്രം ഡ്രൈവ് ചെയ്യും. അപ്പൊ അങ്ങനെ പുള്ളിക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയില്ല, ഭയങ്കര ബുദ്ധിമുട്ട് വരുന്ന പെയിൻ വരും. 4 വർഷത്തോളമായിട്ട് ലൈക്ക് നോർമൽ മെഡിക്കൽ എന്താ പറയുക ഡോക്ടേഴ്സിന് കാണിച്ചു, അലോപ്പതി ഡോക്ടർമാരെ കാണിച്ചു, അതേപോലെ തന്നെ മറ്റുള്ള ആയുർവേദം കാണിച്ചു, കളരി മർമ്മ ചികിത്സ ഒഴിച്ചിൽ നടത്തി, ഹോമിയോ ഡോക്ടർ, ആളുടെ വൈഫ് ഹോമിയോ ഡോക്ടറുണ്ട്, അവർ വരെ കാണിച്ചു. റിസൾട്ട് ഒന്നും വന്നില്ല, മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. അവസാനം പക്ഷെ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒറ്റ ഒരു 40 മിനിറ്റ് അങ്ങാണ്ടേറ്റ് ഇരുന്നിട്ട് നമ്മൾ EFT ടാപ്പിംഗ് ചെയ്തു. ടാപ്പിംഗ് ചെയ്തിട്ട് ആളുടെ റൂട്ട് കോസ് കണ്ടെത്തി. നമ്മൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ റൂട്ട് കോസ് കണ്ടെത്തുന്നതാണ്. എന്താണ് ഇതിന്റെ കാരണം, എന്തായിരിക്കും? അപ്പൊ ആളുടേത് എന്ന് വെച്ചാൽ ആളുടെ ഫാദർ കൺട്രോളിങ് ആയിട്ടുള്ള ബിഹേവിയർ ഉണ്ടായിരുന്നതാണ്. നല്ല കൺട്രോളിങ് ബിഹേവിയർ ഉള്ള ഫാദർ. ചെറുപ്പത്തിൽ എന്താ വെച്ചാൽ എന്ത് മിസ്റ്റേക്സുകളും സംഗതികളും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മിസ്റ്റേക്സുകൾ എന്താണ് ആളുടെ ലൈഫിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഫാദർ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ ചെറിയ മിസ്റ്റേക്സുകൾ, നോർമലി മിസ്റ്റേക്ക് അല്ലാത്ത കാര്യങ്ങൾക്ക് പോലും, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുക, ഇങ്ങനെയായിട്ട് കൺട്രോൾ ചെയ്യുക, ഇങ്ങനെയായിട്ട് ഫിസിക്കലി അടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ അത് വലിയ ട്രോമയാണ്. അപ്പൊ അങ്ങനെയുള്ള ട്രോമ സംഗതികൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന രീതിയിൽ ബീറ്റ് ചെയ്യുന്ന, അടിക്കുന്ന, ഇതൊക്കെ ആണ്. അപ്പൊ പുള്ളിക്ക് എന്താ വെച്ചാൽ പുള്ളിയുടെ ഉള്ളിൽ എപ്പോഴും നമ്മളുടെ സെല്ലുകൾ നശിക്കുന്നതിന്, ഓരോ സെല്ലുകൾക്കും, ഓരോ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾക്കും നമ്മുടെ ലൈഫ് ഫോഴ്സിന്, അതായത് പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന, നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഇമോഷൻസ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇദ്ദേഹത്തിന് എപ്പോഴും ഇദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ ഭയങ്കര പ്രശ്നമാണ്. ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ ഗോളുകൾ, കാര്യങ്ങൾ, ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ഒരു തടസ്സമായി നിൽക്കുന്ന ഒരു സംതിങ് ഹോൾഡിംഗ് ബാക്ക് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് എപ്പോഴും ഉണ്ട്. ഒരു ധൈര്യമില്ലാത്ത അവസ്ഥ, പലതിലും തീരുമാനമെടുത്ത് ഇറങ്ങി ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെയുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ആൾക്കുണ്ടാകുന്ന ഒരു സംഗതി എന്താണ്, ആളുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെയുള്ള ആൾക്കാർക്ക് സംഭവിക്കുന്ന ഒരു കാര്യം, ആൾക്ക് ശരീരത്തിൽ പെയിന് വരും, അസുഖങ്ങൾ വരും. അപ്പൊ അദ്ദേഹത്തിന്റെ ഷോൾഡർ പെയിൻ, കൈകൾക്കുള്ള പെയിനും സംഗതികളുടെയും പ്രശ്നം ഇതായിരുന്നു.
കാരണം ആൾക്ക് റിസ്ക് എടുക്കാനുള്ള ധൈര്യം കുറവായിരുന്നു. സേഫ്റ്റി മെന്റാലിറ്റിയാണ്, എപ്പോഴും ഒരു പേടിയാണ് ഉള്ളത്. നമ്മൾ ഇരുന്ന് ടാപ്പ് ചെയ്തു, 2 ബെനിഫിറ്റ് അദ്ദേഹത്തിന് കിട്ടി. കയ്യിലെ വേദന മാറി, ടാപ്പ് ചെയ്ത് ഹീല് ചെയ്ത് അദ്ദേഹത്തിന് എന്താ വെച്ചാൽ 2 ദിവസം ആ ഹീലിംഗിന്റെ ഭാഗമായിട്ട് നീര് വന്നു. കാരണം ഇൻഫ്ലമേഷൻ ഉണ്ടാകും, ചെറിയ ഇൻഫ്ലമേഷൻ ഉണ്ടായി. ഇൻഫ്ലമേഷൻ ഹീലിംഗിന്റെ ഭാഗമായിട്ട് വരുന്ന സമയത്ത് കാരണം ബോഡി ഒന്ന് പ്രതികരിക്കും. കാരണം അവിടെയുള്ള കംപ്ലീറ്റ് കാര്യം, കാരണം ഈ റൂട്ട് കോസ് എടുത്തിട്ട് നമ്മൾ ആ മെമ്മറിയിലേക്ക് പോയിട്ട് നമ്മൾ ഹീൽ ചെയ്തു ആളെ മെമ്മറി എടുത്തിട്ട് ആ ട്രോമ ഹീൽ ചെയ്തു. ആ ട്രോമ ഹീൽ ചെയ്തു, ആൾ കരഞ്ഞു, ഭയങ്കരമായിട്ട് കരഞ്ഞു, ഹീൽ ചെയ്ത് കരഞ്ഞ് അതിൽ നിന്ന് ഫ്രീ ആയി. ആള് സെഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ലൈക്ക് 4 ഭാഗത്തുനിന്നും കൂടെ ഉള്ള ഒരു എന്താ പറയുക ഇളക്കി മറിക്കലായിരുന്നു. അപ്പം എല്ലാം കൊണ്ടും ആള് ശരിക്കും കരഞ്ഞു. ഒരു കുഞ്ഞു കുട്ടി 8 വയസ്സുകാരൻ കരയുന്നത് പോലെ, 5 വയസ്സുകാരൻ കരയുന്നത് പോലെ കരഞ്ഞു ആൾ. അങ്ങനെ കരഞ്ഞ് ഹീൽ ചെയ്ത് ഫീൽ ചെയ്ത് ടാപ്പ് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുത്തു. അതിൽ നിന്ന് ആള് മോചിതനായി. 2 ദിവസം ചെറിയ നീർക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അത് ക്ലിയർ ആയി. ഇപ്പം പ്രശ്നങ്ങളൊന്നുമില്ല. ആളിപ്പം ആ ഒരു ഇതിൽ നിന്ന് കംപ്ലീറ്റ്. ആൾ പറയും അത്ഭുതമാണ്, എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം, പഠിക്കണം, കാര്യങ്ങൾ മനസ്സിലാക്കണം. സോ ആൾക്ക് ഞാൻ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ദർ. അതിനുശേഷം വേറൊരു കാര്യം കൂടി സംഭവിച്ചു. അയാളുടെ ബിസിനസ്സിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റി, മുന്നോട്ട് പോകാനുള്ള തീരുമാനങ്ങൾ എടുക്കാനും സംഗതികൾക്കുള്ള ധൈര്യം കൂടുതൽ വർദ്ധിച്ചു. ഇത് ഒരാളുടെ കേസാണ് കേട്ടോ. ഇപ്പൊ നമ്മുടെ തന്നെ കഴിഞ്ഞ ബാച്ചിൽ ഒരാള്, നമ്മളുടെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരാള് 115 ഒക്കെ ഷുഗറിൽ തോന്നുന്നു, ഷുഗർ ആണെന്ന് തോന്നുന്നു, ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഷുഗർ ലെവൽ ആളുടെ ഇപ്പൊ 85 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ആരാണ് ആൾ ഇവിടെ ഉണ്ടോ? എനിക്ക് തോന്നുന്നത് ഐ തിങ്ക് ആ ഒരു എക്സ്പീരിയൻസ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അത് ഷെയർ ചെയ്തിട്ടുള്ള ആളുടെ പേര് കിട്ടുന്നില്ല. ആളിവിടെ ഉണ്ടോ? ആളിവിടെ ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് കമന്റ് ചെയ്യാം. ജുവൈനയാണോ? ജുവൈനയോ ഓർ ജുവൈനയുടെ സിസ്റ്ററോ ആണ്? ജുവൈനയുടെ സിസ്റ്റർ ആണ്. യെസ്, ഓക്കെ. അപ്പോ ലൈക്ക് യുനോ ബുഷൈന, അതെ ബുഷൈന എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ആളിവിടെ ഉണ്ടോ? ബുഷൈന ഇവിടെ ഉണ്ടോ? ബുഷൈന ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ആൾക്ക് അത്ഭുതം തോന്നി. ആള് എല്ലാ പ്രാവശ്യം 115 സംഗതികളൊക്കെ ഉണ്ടായിരുന്ന സംഗതിയിൽ നിന്ന് ആൾക്കിപ്പോ എന്താ വെച്ചാൽ ഷുഗർ ലെവൽ കുറഞ്ഞ് കാം ഡൗൺ ആയിട്ടുള്ള. അപ്പൊ ഇത് അവരുടെ എക്സ്പീരിയൻസ്, നമ്മുടെ കഴിഞ്ഞ ബാച്ചിലുള്ള സ്റ്റുഡന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ പവർ. നമ്മുടെ സ്ട്രെസ്സിൽ നിന്ന് നമ്മൾ ഫ്രീ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ അസുഖങ്ങൾ ബെറ്റർ ആയിട്ട് വരുന്നു. ഇനി ഇത് മാത്രമല്ല, പല രീതിയിലേക്ക് പ്രശ്നങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹീൽ ചെയ്തിട്ട് വരാൻ പറ്റും. അടുത്ത ഒരു കേസ്, നമ്മൾ ഹീൽ ചെയ്തിട്ട് ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്ത് ചേഞ്ചസ് ഉണ്ടാകും. പക്ഷേ ഇവിടെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. പിന്നെ ഹെഡേക്ക് മാറിയിട്ടുള്ള ആൾക്കാർ, അഡിക്ഷൻസ് കൺട്രോൾ ആയിട്ടുള്ള ആൾക്കാർ, അഡിക്ഷൻസ് നല്ല രീതിയിലേക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് പലരും എത്തിയിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഹാപ്പനിങ്. പിന്നെ ഒരാളുടെ ഒരു പ്രശ്നമായിരുന്നു വെച്ചാൽ ഈ ചില ടൈപ്പ് ഓഫ് ഭക്ഷണം കഴിക്കുന്ന പ്രശ്നം. ലൈക്ക് ഒരാൾ പറഞ്ഞിരുന്നതാണ് അരി വല്ലാണ്ട് കഴിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മുടെ കോഴ്സിൽ വന്നിട്ടുള്ളതാണ്. വെറും ലൈക്ക് അരി, ലൈക്ക് യുനോ അരി ഭക്ഷണമല്ല, നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങിച്ചു വെച്ചിട്ടുള്ള അരി തന്നെ ഇങ്ങനെ ജസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുക സ്ട്രെസ് കൊണ്ട്. സോ അതൊരു ശീലമായി മാറി, ഇടയ്ക്കിടയ്ക്ക് കഴിക്കണം. അപ്പൊ ഈ ഒരു സ്മോക്കിംഗ് പോലെ ചില സംഗതികളൊക്കെ. അപ്പൊ ആ അഡിക്ഷൻസ് ആള് ഫുള്ളി റിക്കവർ ആയി. ഒരുപാട് പേർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ക്ലിയർ ആയി വന്നിട്ടുള്ള കേസസ് ഉണ്ട്. എത്രയോ പേരുടെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആണെങ്കിലും ഫിസിക്കൽ ഹെൽത്ത് ഇഷ്യൂസ് ആണെങ്കിലും ക്ലിയർ ആയിട്ടുണ്ട്. അൺമ്യൂട്ട് ആവുന്നില്ല എന്നാണ് പറയുന്നത്. റഷീദ, ഓക്കെ, അൺമ്യൂട്ട് ആക്കാം. ഓക്കെ, വെരി ഗുഡ്, പറഞ്ഞോളൂ. യെസ്, ഹലോ ഹലോ സാറേ, ഞാനൊരു ഗ്രാറ്റിറ്റ്യൂഡ്. ഹലോ സാറ് കേൾക്കണ്ടേ? റഷീദ പറഞ്ഞോളൂ. റഷീദാണ്. ഞാനൊരു ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാൻ വേണ്ടി വന്നാണ്. ഓക്കെ, പറഞ്ഞോളൂ. സാറ് പറഞ്ഞ പോലെ ഫുഡിന്റെ ഇഷ്യൂസ് നല്ല അനുഭവിച്ച ഒരാളാണ് ഞാൻ. ഒരു ദിവസം കൊണ്ട് എനിക്കത് ഹീൽ ചെയ്യാൻ പറ്റി. അപ്പൊ സാറോട് അതിന്റെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാൻ പറ്റിയില്ല. അപ്പൊ അത് അറിയിക്കാൻ എന്തായിരുന്നു പ്രശ്നം? എന്തായിരുന്നു സാറേ? ഞാന് ജീരകം അരി കഴിച്ചിട്ട് പിന്നെ അരിന്ന് മാറാൻ വേണ്ടി ജീരകം കഴിച്ച ആളായിരുന്നു. പിന്നെ അതും പല സാധനവും ഞാൻ കഴിക്കും. അതൊക്കെ ഫുള്ളൊരു അഡിക്ഷനായി മാറി. 1 വർഷത്തോളായിട്ട് അതിന്റെ കീഴിലേനി. പിന്നെ സാറ് ഒരു ക്ലാസ്സിൽ ഒരൊറ്റ ദിവസം കൊണ്ട് അത് ഹീൽ ചെയ്ത്. പിന്നെ ഞാൻ ജോയിൻ ചെയ്തത് അലർജിക്ക് വേണ്ടിയാണ്. അലർജിക്ക് ഇപ്പം കൂടുതൽ മാറ്റങ്ങളുണ്ട്. വെരി ഗുഡ്. എന്ത് അലർജിയാണുള്ളത്? പൊടിന്റെതും ശ്വാസമുട്ടൊക്കെ ആയിരുന്നു. ഇപ്പൊ കുറെ മാറ്റമുണ്ട്. വെരി ഗുഡ്. പൊടിയുടെ അലർജി പ്രശ്നങ്ങളുള്ള ആളാണ്. അലർജി പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ ഭാഗമായിട്ടെന്ന് വെച്ചാൽ മാറ്റാൻ പറ്റും. അതേപോലെ തന്നെ അസിഡിറ്റി പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ, 20 വർഷത്തോളം അസിഡിറ്റി പ്രശ്നം ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. ഹീൽ ചെയ്തു. അതിനുശേഷം ഇതുവരെ എന്ന് വെച്ചാൽ നമുക്ക്
ഇതുമായി ബന്ധപ്പെട്ടുള്ളതെന്ന് വെച്ചാൽ ഗുളിക കഴിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. അതിനു മുൻപ് എന്റെ ഫാദറിന് ഇതേപോലെ അസിഡിറ്റി പ്രശ്നം ഉണ്ടായിരുന്നു. അദ്ദേഹം വർഷങ്ങളായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് അതേപോലെ ഞാൻ അദ്ദേഹത്തിന്റെ മരുന്നാണ് കഴിച്ചു തുടങ്ങിയത് തുടക്കത്തിൽ. അപ്പൊ അങ്ങനെ പെയിന് വന്നിട്ട് അങ്ങനെ അദ്ദേഹം തന്നു, അങ്ങനെയാണ് കഴിച്ചു തുടങ്ങിയത്. പക്ഷെ വർഷങ്ങളായിട്ട് അങ്ങനെ കഴിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോ പിന്നീട് എന്താ വെച്ചാൽ അതെനിക്ക് മനസ്സിലായി. ഇരുന്ന് ടാപ്പ് ചെയ്ത് ഹീൽ ചെയ്തോട് കൂടിയിട്ട് എന്താ വെച്ചാൽ ഒരു 40 മിനിറ്റിന്റെ ഒരു ഹീലിംഗ് നടന്നു. ആ ഹീലിംഗ് നടന്ന് ഇന്റൻസ് ആയിട്ടുള്ള ഹീലിംഗ് ആയിരുന്നു. അതിൽ ശരിക്കും മെന്റൽ പാറ്റേൺ കണ്ടെത്തണം. അപ്പൊ ഞാൻ എന്റെ മെന്റൽ പാറ്റേൺ എന്തായിരുന്നു വെച്ചാൽ, ഞാൻ ഭക്ഷണം കഴിച്ചിരുന്ന സമയത്ത് ഒരു പ്രത്യേക രീതിയിലാണ് ഭക്ഷണം കഴിച്ചിരുന്നു. അപ്പൊ അതെന്റെ സിബ്ലിങ്സ് എന്നെ അതുമായി ബന്ധപ്പെട്ടെന്ന് വെച്ചാൽ പരിഹസിക്കുമായിരുന്നു ആ ഭക്ഷണം കഴിക്കുന്ന രീതി ചെറുപ്പത്തിൽ. അപ്പൊ അത് സ്വാഭാവികമായിട്ടും നീ എന്താ ഇങ്ങനെ കഴിയുന്ന, എന്തോ ഒരു നോർമാലിറ്റി, ഞാൻ കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന രീതിയിൽ വായിലേക്ക് ഭക്ഷണം കൊണ്ടുപോകുന്ന രീതിയിൽ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. എന്തോ ഒരു കാണുമ്പോൾ എന്തൊരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നു. അപ്പൊ എനിക്ക് അറിയില്ല അതെന്താണെന്നുള്ളത്. അപ്പൊ എനിവേ അതെനിക്ക് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടായി. അപ്പൊ എനിക്ക് ഭക്ഷണം നേരത്തെ കഴിക്കാൻ താല്പര്യമില്ലാതെ. അപ്പൊ അവർ അടുത്ത കമന്റ് പറയാൻ തുടങ്ങി, എന്താ വെച്ചാൽ ഭക്ഷണം നേരത്തിന് കഴിക്കുന്നില്ല ഇവൻ, അതുകൊണ്ട് എന്താ വെച്ചാൽ അസുഖങ്ങൾ ഉണ്ടാവും. സോ ഈ സംഗതികൾ കാര്യങ്ങളെല്ലാം കൂടെ ഈ ഒരു ബിലീഫാണ് എന്റെ ഉള്ളിൽ കടന്നത്. ഈ ബിലീഫ് ടാപ്പ് ചെയ്തിട്ട്, അപ്പൊ അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുന്നതിനോട് എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. നേരത്തിന് ഭക്ഷണം കഴിക്കില്ല, വല്ലപ്പോഴേ കഴിക്കുള്ളൂ. പിന്നെ എനിക്ക് ഇവർ വന്ന് ഈ കമാൻഡ് വന്നതോടുകൂടി പിന്നെ എനിക്കെന്ന് വെച്ചാൽ അത് അസുഖമായി മാറി. സ്ട്രെസ് വന്നായിട്ട് വന്നു. പിന്നെ എനിക്കത് ഈ പറഞ്ഞ അസിഡിറ്റി പ്രോബ്ലം ആയിട്ട് മാറി. പിന്നെ ഞാൻ എന്താ വെച്ചാൽ ടാപ്പ് ചെയ്യും. ഈ പറഞ്ഞിരിക്കുന്ന ഇതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ ടാപ്പ് ചെയ്ത് ഹീൽ ചെയ്ത് ആ ടാപ്പ് ചെയ്ത പാറ്റേൺ കറക്റ്റ് ആയിട്ട് കണ്ടെത്തി ഹീൽ ചെയ്തപ്പോഴാണെന്ന് വെച്ചാൽ ആ ഒരു മെന്റൽ പാറ്റേൺ ബ്രേക്ക് ആയി. അതിനുശേഷം പിന്നീട് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് എനിക്കൊന്നും ഉണ്ടായിട്ടില്ല, ഈ പറഞ്ഞിരിക്കുന്ന സംഗതി ഉണ്ടായിട്ടില്ല. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, വട്ട് എവർ യു ബിലീവ് ഇറ്റ് വിൽ വർക്ക് ഔട്ട്. ഓക്കെ, അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അൺമ്യൂട്ട് ചെയ്യാലോ, നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാം. യെസ്, പറഞ്ഞോളൂ. ഇപ്പൊ നമ്മളിപ്പോ ഏതൊക്കെയാ കഴിക്കണം എന്നുള്ള ലിസ്റ്റ് തന്നല്ലോ സാർ. ഇപ്പം വെജിറ്റബിൾ, ഫ്രൂട്ട്സ്, കാര്യങ്ങളൊക്കെ. ഇതിന്റെ ക്വാണ്ടിറ്റിയെ സംബന്ധിച്ചിട്ട് എന്തെങ്കിലും ഒരു ടിപ്പ്? ഇതില് ശരിക്കും ഒരു ഡയറ്റീഷ്യനാണ് അതിൽ ബേസ് കറക്റ്റ് ആയിട്ട് നമുക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഓരോ ഫുഡിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സുകളുണ്ട്. ഇപ്പൊ ഓരോ അവയവങ്ങൾക്ക്, അപ്പം ഞാനിപ്പോ ഈ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. അതിനൊരു കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഡയറ്റീഷ്യനെ കണ്ടിട്ട് ആ ഡയറ്റീഷ്യന്റെ അടുത്ത് എന്താ വെച്ചാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയും കൂടെ ചെക്ക് ചെയ്യണം. യുവർ ബോഡി മെറ്റാബോളിസം അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഫിസിക്കൽ കണ്ടീഷൻ ചെയ്യണം. യുവർ ഏജ് മാറ്റേഴ്സ്. നിങ്ങളുടെ ഏജും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബോഡി ചെക്കപ്പ് നടത്തിയിട്ട് ഒരു ടോട്ടൽ ബോഡി ചെക്കപ്പ് നടത്തുക. ബോഡി ചെക്കപ്പ് നടത്തിയിട്ട് ആ റിപ്പോർട്ടുമായിട്ട് എന്താ വെച്ചാൽ ഡയറ്റീഷ്യനെ പോയി കാണും. ഡയറ്റീഷ്യനെ പോയി കണ്ടിട്ട് എന്താ വെച്ചാൽ അവരോട് എന്ത് ചെയ്യുക, സംസാരിക്കുക. എന്ന് വെച്ചാൽ കണ്ടിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അവർ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തു. അത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഫിസിക്കൽ ഫിറ്റ്നസിന് ട്രെയിനറെ നിങ്ങൾ അങ്ങനെ തേടുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ഗോൾ അറിയിക്കുക. എന്നിട്ട് എന്താ വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ ഒരു BMI ചെക്ക് ചെയ്യണം. അപ്പോൾ ആ ബോഡി മാസ് ഇൻഡെക്സ്, അപ്പൊ അത് നിങ്ങൾ ചെക്ക് ചെയ്യുകയും പ്രോപ്പർ ആയിട്ടുള്ള ചെക്കിങ് കാര്യങ്ങളൊക്കെ നടത്തിയതിനു ശേഷം ഒരു ഡയറ്റ് പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ അവരെന്ത് ചെയ്യും, ഒരു ഡയറ്റ് പ്ലാൻ തരും ഏതാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പൊ അത് പക്ഷേ നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ വെച്ചിട്ട് നിങ്ങളുടെ ഫിസിഷ്യനായിട്ടോ അല്ലെങ്കിൽ ഡോക്ടറായിട്ടോ കൺസൾട്ട് ചെയ്തതിനു ശേഷം ഫൈനലൈസ് ചെയ്യുക. പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് അവർ റെക്കമെൻഡ് ചെയ്യുന്ന അതിന് ഒരു ക്രിയേറ്റ്, നിങ്ങളുടെ ട്രെയിനർ ഉണ്ടെങ്കിൽ ട്രെയിനറും ഈ പറഞ്ഞിരിക്കുന്ന ഡയറ്റീഷ്യനും കൂടിയിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു ഹെൽത്ത് പ്ലാൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹെൽത്ത് ഗോളിലേക്ക് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ശ്രമം നടത്താം. ദാറ്റ് ഇസ് വൺ വേ ടു ഡു ഇറ്റ്. അവരുമായിട്ട് ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മുടെ അവസ്ഥ ചെക്ക് ചെയ്യാതെ ഞാൻ ജനറലി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഐ കനോട്ട് ടെൽ യു ലൈക്ക് അതിന്റെ അളവിന്റെ കാര്യത്തിൽ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങളൊന്ന് പ്രോപ്പറായിട്ട് കൺസൾട്ട് ചെയ്യുന്നതാണ് അതിന് ഏറ്റവും ബെസ്റ്റ്. വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ എന്ന് വെച്ചാൽ മിനിമം ഒരു 2 ലിറ്റർ വെള്ളം കുടിക്കേണ്ട സിറ്റുവേഷൻ നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ് മിനിമം. അതായത് ചിലർ പറയുന്നത് 2.5 ലിറ്റർ വരെ കുടിക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ഷുഗർ തുടക്കത്തിൽ 300 ആയിരുന്നു. അതിൽ നിന്ന് ഇപ്പോൾ ഗുളിക കഴിച്ചിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളത് 140 ആണ്. സോ റംല മാം, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നന്നായിട്ട് ഹീലിംഗ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലേറെ ബെറ്റർ ആക്കിയിട്ട് അത് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ബെറ്റർ ആക്കിയിട്ട് കൊണ്ടുവരാൻ. നിങ്ങൾ ഹീലിംഗ് ചെയ്തിട്ടുണ്ടോ? EFT ചെയ്തിട്ടുണ്ടോ? EFT ചെയ്തിട്ടുണ്ടോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാമോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തോളൂ. ആ മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്യും, എന്നിട്ടൊന്ന് പറയൂ.
ഞാനിപ്പോ അൺമ്യൂട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, പ്രസ് ചെയ്താൽ മതി. പറ്റുന്നുണ്ടോ? ഹലോ, ഓക്കെ. അപ്പൊ മരുന്ന് കഴിച്ചിട്ട് നമ്മളിപ്പോ മരുന്ന് കഴിച്ചിട്ട് നമ്മൾ മാറുക എന്ന് പറയുന്ന കാലാകാലം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് സൈഡ് എഫക്ട്സുകൾ വേറെ ഉണ്ടാവും. അപ്പൊ നമ്മളുടെ സ്ട്രെസ് പറഞ്ഞോളൂ. ഇല്ല മാം, പറഞ്ഞോളൂ. അതാ പിന്നെയും പോയല്ലോ. ഇല്ലില്ല, പോയില്ല, ഓക്കെയാണ്. ആ എനിക്ക് ഇപ്പൊ കുറച്ച് കുറവുണ്ട്, എന്നാലും ക്ഷീണങ്ങളാണ്, ഭയങ്കര ക്ഷീണാണ്. അപ്പൊ ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ EFT നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? EFT പ്രോഗ്രാം ചെയ്തിട്ടുണ്ടോ നമ്മുടെ കോഴ്സ്? എന്താ അത്? എന്താണത്? ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. EFT കോഴ്സ് എന്ന് പറയുന്നത് നമുക്കൊരു 30 ഡേയ്സിന്റെ 30 ദിവസത്തെ പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു നമ്മളൊരു നിങ്ങള് ഒരു കോഴ്സാണ് അത്. ആ കോഴ്സിൽ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇപ്പൊ ഈ ക്ലാസ് തന്നല്ലോ, ഇതേപോലെ എല്ലാ ദിവസവും രാത്രി 2 മണിക്കൂറിന്റെ ക്ലാസ് ഉണ്ടാകും. ആ ക്ലാസ്സിൽ നമ്മൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരു തെറാപ്പി പഠിപ്പിച്ചു തരും. ആ പഠിപ്പിച്ചു തരുന്ന തെറാപ്പി എന്താ വെച്ചാൽ അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് എന്താ വെച്ചാൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നല്ല രീതിയിലേക്ക് നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന നല്ല രീതിയിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഈ ഷുഗർ ലെവൽ സംഗതികളൊക്കെ ക്ലിയർ ചെയ്ത് കളയാൻ പറ്റും. കാരണം നമ്മളുടെ ഉള്ളിലുള്ള ട്രോമാസ്, പെയിൻഫുൾ ആയിട്ടുള്ള സംഗതികൾ, അസുഖങ്ങൾ, കാര്യങ്ങളൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഷുഗർ ആവട്ടെ, പ്രഷർ ആവട്ടെ, കൊളസ്ട്രോൾ ആവട്ടെ, അല്ലെങ്കിൽ യൂറിക് ആസിഡ് ഇഷ്യൂസ് ആവട്ടെ, അല്ലെങ്കിൽ അസിഡിറ്റി പ്രശ്നങ്ങളാവട്ടെ, ഇങ്ങനെയുള്ള കുറേ അസുഖങ്ങളുണ്ട്. ഇതിന്റെയൊക്കെ ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ എന്ന് പറയും, ജീവിതശൈലി രോഗങ്ങൾ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. ഈ അലർജി പ്രശ്നങ്ങൾ, സംഗതികൾ, ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ജലദോഷം വരിക, ഇടയ്ക്കിടയ്ക്ക് തുമ്മൽ വരിക, ഈ പറഞ്ഞിരിക്കുന്ന മറ്റുള്ള ബുദ്ധിമുട്ടുകൾ വരിക, ഹെഡേക്ക് വരുന്നത്, മൈഗ്രെയിൻ പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള പല അസുഖങ്ങൾക്കും, അല്ലെങ്കിൽ ചില തരത്തിലുള്ള ചൊറിച്ചിൽ സ്കിന്നിൽ വരിക, ഇതൊക്കെ എന്താ വെച്ചാൽ സ്ട്രെസ് മൂലം ഉണ്ടാകുന്നത്. സ്ട്രെസ് മൂലം ഉണ്ടാകുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള അസുഖങ്ങളെ നമുക്ക് മാറ്റാൻ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഉള്ളില് നമ്മൾ ഇപ്പൊ ഫൊർഗീവ്നെസ് ഇല്ലെങ്കിൽ, ഒരാളോട് ദേഷ്യം കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ, ആരോടെങ്കിലും നമ്മളെ വേദനിപ്പിച്ച ആൾക്കാരോട് ദേഷ്യം കൊണ്ടു നടക്കും, ഒരുപാട് അസുഖങ്ങൾ നമുക്കുണ്ടാകും. അത് കാരണം ആ ദേഷ്യമാണ് അസുഖത്തിന്റെ കാരണം. അല്ലെങ്കിൽ നമുക്ക് ദേഷ്യമൊന്നുമില്ല, നമ്മൾ പറയും ദേഷ്യമൊന്നുമില്ല, പക്ഷെ നമുക്ക് അതൊക്കെ മറന്നിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ മനസ്സിൽ നിന്ന് പോയിട്ടേ ഉള്ളൂ, ശരീരത്തിലെ സെല്ലുലാർ മെമ്മറിയിൽ നിന്ന് അത് പോയിട്ടില്ല, ശരീരത്തിൽ നിന്ന് അത് പൂർണ്ണമായിട്ടും പോയിട്ടില്ല, അത് ഉള്ളിൽ കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ടാപ്പ് ചെയ്ത് ഹീലൊക്കെ ചെയ്യുമ്പോഴാണ് അത് പുറത്തേക്ക് വരിക. അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവർ ഹീൽ ചെയ്ത് തുടങ്ങുമ്പോൾ അവർക്ക് ഈ ബുദ്ധിമുട്ട് വല്ലാണ്ട് കൂടും, ബോഡി പെയിൻ വല്ലാണ്ട് വരും, പ്രശ്നങ്ങൾ വരും, വല്ലാണ്ട് വരും, അങ്ങനെ സഹിക്കാൻ പറ്റാത്ത വേദനയിലേക്ക് പോകും. അങ്ങനെ നമ്മൾ അതെന്താ വെച്ചാൽ അത് നമ്മൾ ഹീൽ ചെയ്ത് അത് ക്ലിയർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ബോഡി കംപ്ലീറ്റ്. അപ്പൊ EFT നമ്മൾ ക്ലിയർ ചെയ്യുന്ന രീതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണെങ്കിൽ, നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ടാപ്പ് ചെയ്യുക. ടാപ്പിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. നമ്മളെ മാമിനാണ് പറഞ്ഞു തരുന്നത്. ജസ്റ്റ് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കൈ ഇങ്ങനെ വെച്ച് ഒന്ന് ടാപ്പ് ചെയ്ത് എല്ലാവർക്കും ജോയിൻ ചെയ്യട്ടെ വേണമെങ്കിൽ ഈ ഭാഗം, ഈ രണ്ട് ഭാഗമില്ല, എന്നിട്ട് ജസ്റ്റ് ടാപ്പ് ചെയ്യുക, ഇങ്ങനെ കൂട്ടിമുട്ടിക്കുക കൈകൾ. ഓക്കെ, ജസ്റ്റ് ഈ ഭാഗം, ഈ ഭാഗം ഇങ്ങനെയല്ല, ഇങ്ങനെ. അങ്ങനെ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. എന്നിട്ട് എന്താ വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്യുക. ഇത് ടാപ്പ് ചെയ്തിട്ട് ഈ ടാപ്പ് ചെയ്യുന്നതിന്റെ ഇടയിൽ നമ്മൾ നമ്മളോട് പറയാം, എൻ്റെ ഉള്ളിലുള്ള ടെൻഷൻസ്, വിഷമങ്ങൾ, പ്രയാസങ്ങൾ, എന്തെങ്കിലും ഒരു വിഷമം ഉള്ളിലുണ്ടെങ്കിൽ, എനിക്ക് ഈ അസുഖമുണ്ടല്ലോ, എനിക്കൊരു പ്രയാസമുണ്ടല്ലോ, അല്ലെങ്കിൽ എനിക്ക് അസുഖങ്ങൾ വരുന്നു, ഈ വിഷമം ഉണ്ടെങ്കിൽ ഞാൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു, ഐ ലവ് മൈസെൽഫ്, ഐ അക്സെപ്റ്റ് മൈസെൽഫ്, ഐ ഫൊർഗീവ് മൈസെൽഫ്. ഇവിടെ ടാപ്പ് ചെയ്യുക. ഇതേപോലെ നമ്മൾ എന്ന് വെച്ചാൽ ഇവിടെ ഹെഡിൽ ടാപ്പ് ചെയ്യും. ഞാൻ 2 കൈകൾ കൊണ്ട് ഉപയോഗിച്ചിട്ട് ടാപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കൈ കൊണ്ട് ഉപയോഗിച്ചിട്ട് ടാപ്പ് ചെയ്യാം, ഹെഡിൽ ടാപ്പ് ചെയ്യാം. എന്നിട്ട് പറയുക എന്താ വെച്ചാൽ, എനിക്ക് ഈ അസുഖമുണ്ട്, അതിലെനിക്ക് വല്ലാത്ത വിഷമമുണ്ട്, വല്ലാത്ത ക്ഷീണമുണ്ട്, വല്ലാത്ത പ്രയാസമുണ്ട്, സഹിക്കാൻ പറ്റുന്നില്ല, വല്ലാത്ത പെയിനാണ്, വല്ലാത്ത ബുദ്ധിമുട്ടാണ്, അതിന് കാരണമായിട്ടുള്ള എന്തോ ടെൻഷൻ എൻ്റെ ഉള്ളിലുണ്ട്, അതെന്താണെങ്കിലും ഞാൻ അത് വിട്ട് കളയാൻ ഞാൻ തീരുമാനിക്കുന്നു, അതിലേക്ക് നമ്മൾ ജസ്റ്റ് എന്താ വെച്ചാൽ എടുത്തിട്ട് ടാപ്പ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്താ വെച്ചാൽ അടുത്തത് ആ ഒരു മെമ്മറിയിലേക്ക് ഏതെങ്കിലും ഓർമ്മകൾ വരുന്നുണ്ടോ നോക്കുക. ഇവിടെ ഈ ഐബ്രോ പോയിന്റ് എന്ന് പറയും, ഇവിടെ ടാപ്പ് ചെയ്യാം. ഓക്കെ,
അത് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഇവിടെ ടാപ്പ് ചെയ്യുക സൈഡിൽ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ടാപ്പ് ചെയ്യാം അണ്ടർ ദ ഐസ്. ഇങ്ങനെ തൊടുകയല്ല, ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്യണം, ഇങ്ങനെ ട്ടോ. യെസ്. ഇതുപോലെ കുറെ പോയിന്റുകളുണ്ട്. അപ്പൊ എനിക്ക് മുഴുവൻ പറഞ്ഞു തരാൻ ഇപ്പൊ പറ്റില്ല, സമയക്കുറവുണ്ട്. പക്ഷെ എന്താ വേണ്ടത്, നിങ്ങളുടെ ഈ ഒരു ഷുഗർ ലെവൽ നിങ്ങൾക്ക് ശരിക്കും കുറച്ച് റെഡിയാക്കി കൊണ്ടുവരുന്ന ഒരവസ്ഥയിൽ, ഈ മെഡിസിൻ ഇല്ലാതെ കഴിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റിയ എങ്ങനെ ഉണ്ടാവും, അസുഖം മാറ്റുന്ന ഒരു അവസ്ഥയിലേക്ക്. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് എത്താൻ ഇത് സഹായിക്കും എന്നുള്ളതാണ്. പല അസുഖങ്ങളും മാറാൻ എന്ന് വെച്ചാൽ ഇതൊരു കാരണമാകും. അതായത് നമ്മുടെ ഈ അസുഖത്തിന്റെ മൂലകാരണം ടെൻഷൻ ആണ്, സ്ട്രെസ് ആണ് എങ്കിൽ അത് ക്ലിയർ ചെയ്യുന്നതിലൂടെ നമുക്ക് തിരിച്ചു വരാൻ പറ്റും. ക്ലിയർ ആണോ? ചോദിച്ചോളൂ. ഓക്കെ. കൊളസ്ട്രോൾ കുറയ്ക്കാൻ എങ്ങനെയാണ് ഹീൽ ചെയ്യേണ്ടത്? അപ്പൊ ഇത് നിങ്ങളുടെ ഉള്ളിലുള്ള ഈ കൊളസ്ട്രോൾ കുറയ്ക്കാൻ എങ്ങനെയാണ് ഹീൽ ചെയ്യേണ്ടത് എന്നുള്ള സംഗതി പറഞ്ഞില്ലേ, അതിലേക്ക് വരാം. അതിനു മുൻപ് നിങ്ങളുടെ ജീവിതത്തിലുള്ള എന്തെങ്കിലും ടെൻഷൻസ് ഉണ്ടോ നോക്കാം. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ എന്തെങ്കിലും ടെൻഷൻസ് നിങ്ങൾക്ക് ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. എന്താണ് നിങ്ങൾക്കുള്ള ടെൻഷൻസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം? കൊളസ്ട്രോളിന് കാരണമാകുന്ന എന്താ ഉള്ളത്? ക്ലിയർ ആണോ? ഏതാണ് നിങ്ങൾക്കുള്ളത് എന്നുള്ളത് നോക്കാം. കൊളസ്ട്രോളിന് കാരണമാകുന്നത് എന്താ ഉള്ളത്? നിങ്ങൾ ഏതെങ്കിലും ടെൻഷൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. ഞാനിവിടെ ജസ്റ്റ് നമുക്ക് കൊളസ്ട്രോളിന്റെ കൊളസ്ട്രോള് നമുക്കിവിടെ ഞാനിപ്പോ പറഞ്ഞുതരാം. അതിന്റെ ടെൻഷൻ എന്താന്നുള്ളത് വേണോ? കൊളസ്ട്രോളിന്റെ കാരണം 271. കൊളസ്ട്രോളിന്റെ കാരണം എന്ന് വെച്ചാൽ കൊളസ്ട്രോൾ ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിൽ ലിവർ നമ്മുടെ ശരീരത്തിന്റെ കരളെന്ത് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രത്യേക ടൈപ്പ് ഓഫ് ഈ ഫാറ്റ് ആണ് എന്ത് വെച്ചാൽ എന്തായി മാറുന്നത്, കൊളസ്ട്രോൾ ആയിട്ട് മാറുന്നത്. അപ്പൊ അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് ഈ കൊളസ്ട്രോൾ. പക്ഷെ അത് ഓവറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെ? ഹൈ ലെവൽ കൊളസ്ട്രോൾ ഉണ്ടാകും, അത് ഹെൽത്ത് പ്രശ്നത്തിന് കാരണമാകും. അത് ഹാർട്ട് അറ്റാക്കിന് കാരണമാകുന്നുണ്ട്, സ്ട്രോക്കിന് കാരണമാകുന്നുണ്ട് കൊളസ്ട്രോൾ ലെവൽ കൂടുന്നത്. അപ്പോ സോ അത് എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്. സൈക്കോസൊമാറ്റിക് പാറ്റേൺ കൊളസ്ട്രോളിന്റെ കാരണം എന്ന് വെച്ചാൽ ഡയറ്റ് പ്ലേസ് വെരി ബിഗ് ഇമോഷണൽ സ്ട്രെസ് ഇസ് ഗ്രേറ്റ് കൺട്രിബ്യൂഷൻ. ഇപ്പൊ പറഞ്ഞു. അതായത് നിങ്ങൾക്ക് സ്നേഹം ലഭിക്കുന്നത് കൊളസ്ട്രോൾ ലെവൽ കൂടുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇഫ് യു ആർ ചലഞ്ചഡ് ബൈ ഹൈ കൊളസ്ട്രോൾ ദെൻ യു സീം ടു ബ്ലോക്ക്. ഹൈ കൊളസ്ട്രോൾ ഉള്ള ഒരാളുടെ സാധ്യത എന്താ വെച്ചാൽ സ്നേഹം, അതേപോലെ ആനന്ദത്തിന്റെ കുറവാണ്. അത് ബ്ലോക്ക് ചെയ്യുന്നു. നമ്മളുടെ ലൈഫിലേക്ക് സ്നേഹവും ആനന്ദവും വരുന്നതിന് ബ്ലോക്ക് ചെയ്യുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട്. ഡ്യൂ ടു ഫിയർ ഓഫ് റിജക്ഷൻ. നിങ്ങൾ റിജക്റ്റ് ചെയ്യപ്പെടുമോ എന്നുള്ളൊരു പേടിയുള്ള ഒരാളാണ് നിങ്ങൾ. വല്ലാണ്ട് റിജക്റ്റ് ചെയ്യപ്പെടുമോ എന്നുള്ള പേടിയുള്ള ഒരാളായിരിക്കും. അതായത് മറ്റുള്ളവർ നമ്മൾ സ്നേഹിക്കാൻ ലവബിൾ അല്ല, മറ്റുള്ളവർ എന്നെ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ സ്നേഹിക്കില്ല, ഞാൻ സ്നേഹിക്കാൻ പറ്റിയ ഒരാളല്ല, അല്ലെങ്കിൽ എന്നെ ആരും സ്വീകരിക്കില്ല, ഞാൻ പോരാ, എന്നെ ആർക്കും ഇഷ്ടാവില്ല എന്ന ഒരു തോന്നൽ, ഐ എം നോട്ട് ഇനഫ് എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? അതൊരു കാരണമായിട്ട് വരും. ആൻഡ് ഫ്ലോയിങ് ഇൻ ടു യുവർ ലൈഫ് ഡ്യൂ ടു ഫിയർ ഓഫ് റിജക്ഷൻ മൂലം. ആൻഡ് ഓഫൻ ഹാവ് ട്രബിൾ കമ്മ്യൂണിറ്റി യുവർ നീഡ്സ് ട്രൂത്ത് ടു അതേഴ്സ്. മറ്റുള്ളവരുടെ സത്യം മുഖത്ത് നോക്കി തുറന്നു പറയാൻ പേടിയുള്ള ഒരാളാണ്. നിങ്ങൾക്ക് വേണ്ട ആഗ്രഹങ്ങൾ, ഇഷ്ടങ്ങൾ
തുറന്നു പറയാൻ നിങ്ങൾ ഭയപ്പെടുന്നു. ഇങ്ങനെയുള്ള ഒരാൾക്ക് കൊളസ്ട്രോൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. മനസ്സിലാവുന്നുണ്ട്? ഓക്കെ, അങ്ങനെയുള്ള ആളാണോ? ഒന്ന് പറയാവോ? ഓക്കെ ഓക്കെ, ഷമീറ കെ പി, യെസ്, അങ്ങനെയുള്ള ഒരാളാണ്. സി, അപ്പൊ അതാണ് അതിന്റെ കാരണം. അപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത് എവിടെയാണ്? അതുമായി ബന്ധപ്പെട്ടുള്ള ട്രോമയിലാണ്. അതിന്റെ കാരണം എന്താണ്? നിങ്ങളുടെ നീഡ്സ്, നിങ്ങളുടെ ഉള്ള ആഗ്രഹങ്ങൾ തുറന്നു പറയാം. അപ്പൊ അത് എവിടേക്കാണ് ഇതിനു മുൻപ് അനുഭവിച്ചിട്ടുള്ളത്? ഏതൊക്കെ ഇൻസിഡന്റുകൾ ഉണ്ടായിട്ടുണ്ട്? എന്നാണ് ഏറ്റവും വലിയ ഇൻസിഡന്റ് ഉണ്ടായത്? ഏറ്റവും ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തിയിട്ടുള്ള ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള ആ നിമിഷങ്ങൾ ഓരോന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് അത് ഹീൽ ചെയ്യണം. അത് വെച്ചിട്ട് ടാപ്പ് ചെയ്താൽ മതി. അത് വെച്ച് ടാപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ഹീലിംഗ് നടക്കും. ആ ബ്ലോക്ക് റിമൂവ് ആവും. നിങ്ങളുടെ കൊളസ്ട്രോൾ ലെവൽ ക്ലിയർ ആയി വരും. വെൻ യു എക്സ്പ്രസ്ഡ് എനി ഡിസ്ലൈക്സ് ഇൻ ദ പാസ്റ്റ്, യു ആർ ഓഫൻ സബ്ജക്ട് ടു പണിഷ്മെന്റ്. അതായത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടി വന്നു. നിങ്ങൾക്ക് ഇഷ്ടമില്ലാതെ നിങ്ങളോട് ഫോഴ്സ് ചെയ്യുന്ന സംഗതികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ലെവലിലേക്ക് വരും. ബിറ്റർനെസ് ആൻഡ് ആങ്സൈറ്റി, വല്ലാണ്ട് കൈപ്പേറിയിട്ടുള്ള, അതേപോലെ ആങ്സൈറ്റി വല്ലാണ്ട് വരുന്നു. often go in hand with the people that suffer from high cholesterol. അത് ആങ്സൈറ്റി വരുന്ന ഒരാളാണെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. You often overreact in confrontational circumstances that cause you to feel attacked, either verbally or physically. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വഴക്കുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതലായിട്ട് ഓവർ റിയാക്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു സ്വഭാവമുള്ള ഒരാളാണ്. That cause you to feel attacked. അത് നിങ്ങൾക്ക് അങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു അവരെ എന്നെ അറ്റാക്ക് ചെയ്യാൻ വരികയാണ്, അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെന്നെ വേദനിപ്പിക്കുന്നു വല്ലാണ്ട്. അപ്പൊ നമ്മൾ ഓവറായിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ, ഒരു ആദ്യമൊക്കെ ഇങ്ങനെ സഹിച്ചു പോകും. പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് റിയാക്ട് ചെയ്യുന്ന സിറ്റുവേഷൻസ്, അങ്ങനെ ഒരു സംഗതി ഉണ്ടാവും. യെസ്, ഡു യു അഗ്രി വിത്ത് മീ? ഓക്കെ, നിങ്ങളുടെ ചെറുപ്പകാലത്ത് നിങ്ങളുടെ പാരൻസിന്, അതായത് മാതാപിതാക്കൾക്ക് ആർക്കെങ്കിലും അവരുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പ്രയാസമുണ്ടായിരുന്നു. അത് ചെറുപ്പകാലത്ത് നിങ്ങൾ ഭയങ്കരമായിട്ട് പെയിൻഫുൾ ആയിട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഓർ അവരുടെ ഇമോഷൻസ് വല്ലാണ്ട്, അവർ ദേഷ്യം പിടിക്കുന്ന സമയത്ത് വല്ലാണ്ട് ചൂടായി, വല്ലാണ്ട് ഓവറായിട്ട് റിയാക്ട് ചെയ്ത് പ്രതികരിക്കുന്ന രീതി ഉണ്ടായിരുന്നു ചെറുപ്പകാലത്ത്. അങ്ങനെയുണ്ടോ? ഓർ ഈ പേരന്റ് മേ ഹാവ് ഓവർ ഷെയർ, അവരുടെ സ്ട്രെസ് ഓവറായിട്ട് ഷെയർ ചെയ്യുന്നു, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, അങ്ങനെ ഉണ്ടായി. അല്ലെങ്കിൽ മാരേജ് പ്രോബ്ലംസ്, അവരുടെ കുടുംബ ജീവിതത്തിൽ സ്വന്തം മാതാവോ അല്ലെങ്കിൽ പിതാവോ മാരേജ് പ്രോബ്ലംസ് ഓവറായിട്ട് ഷെയർ ചെയ്യുന്നു, ഓവറായിട്ട് അതിനെപ്പറ്റി പരാതി പറയുന്നു, അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തങ്ങളെ പറ്റി നിങ്ങളുടെ ചൈൽഡ്ഹുഡ് സമയത്ത്, ചെറുപ്പകാലത്ത്, അത് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളൊരു ഹെൽപ്ലെസ് ആയി, സ്കെയർഡ് ആയിട്ടുള്ള, ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ടുള്ള ബിഹേവിയറിലേക്ക് എത്തിയിട്ടുണ്ടാവാം. യു ഓഫൻ എക്സ്പ്രസ് യുവർ സെൽഫ് ഇൻ എ ദാറ്റ് ഈസ് പ്ലീസിംഗ് ടു അതേഴ്സ്. മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് പെരുമാറുന്ന ആൾക്കാർക്കും ഇത്തരത്തിലുള്ള സംഗതികൾ ഉണ്ടാവും. യു മേ ഫീൽ നീഡ് ടു ഇൻസുലേറ്റ് യുവർ സെൽഫ്, പ്രൊട്ടക്ട് യുവർ സെൽഫ് ഫ്രം ഹാർഷ് എൻവയൺമെന്റ്. സോ ദിസ് ബൈ ഹോൾഡിംഗ് ഓൺ ടു പീപ്പിൾ ഓർ തിങ്സ് ദാറ്റ് മേക്ക് യു ഫീൽ സേഫ്. കുറച്ച് ആങ്സൈറ്റി സംഗതി, ഇങ്ങനെ കുറെ സംഗതികളുണ്ട്, കുറച്ച് റീസൺസ് ഉണ്ട്. ഇതിലുള്ള റീസൺസ്, അപ്പൊ ഈ ഒരു ഇഷ്യൂ ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അസുഖം മാറും. ക്ലിയർ ആണോ? കൊളസ്ട്രോൾ ക്ലിയർ ആവും. അതിനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇതാണ് കാരണമെങ്കിൽ, അപ്പോൾ ഷമീർ നമ്മുടെ EFT ചെയ്ത ആളാണോ? പ്രോഗ്രാം ചെയ്തിട്ടുണ്ടോ? ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ 20-ാം തീയതി നടക്കുന്ന ബാച്ചിലേക്ക് എന്ത് ചെയ്യുക, വരിക. പ്രോഗ്രാമിലേക്ക് നിങ്ങൾ വരിക. വന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, ഹീൽ ചെയ്യാൻ ശ്രമിക്കുക, പഠിക്കാൻ ശ്രമിക്കുക. അപ്പം 10 ദിവസത്തെ ലൈവ് ക്ലാസ് ഉണ്ടാകും. അതിൽ നമ്മൾ ഡെപ്തിൽ പഠിക്കും. എനർജി മെഡിസിൻ എന്താണെന്നുള്ളത് പഠിക്കും. അതേപോലെ തന്നെ നമുക്ക് എങ്ങനെ നമ്മുടെ അസുഖങ്ങൾ അത് ഉപയോഗിച്ചിട്ട് മാറ്റാൻ പറ്റും എന്നുള്ളത് പഠിക്കും. നമ്മുടെ അഡിക്ഷൻസ് എങ്ങനെ മാറ്റാം എന്നുള്ളത് പഠിക്കും. നമ്മുടെ വെൽത്ത് ബ്ലോക്കുകൾ എങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ളത് പഠിക്കും. നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് പഠിക്കും. ഇറ്റ്സ് എ ടോട്ടൽ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ടൂളാണ്. മൈൻഡ് പവർ കോഴ്സ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാകും. പക്ഷേ ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇൻ ഡെപ്തിൽ ഫോക്കസ് ചെയ്യുന്നത് EFT ആണ്. ഡെപ്തിൽ നമ്മൾ പഠിപ്പിക്കും. ഡെപ്തിൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഹീലിംഗ് നടക്കും. ഇതിന് പുറമെ നമ്മൾ എന്താ വെച്ചാൽ നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യും. അതിൽ അഡീഷണലി ഇത്തരത്തിലുള്ള ഓരോ കേസുകൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഹീൽ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഹീലിംഗ് തുടർന്നുകൊണ്ടേയിരിക്കും. ആ ഹീലിംഗ് ജേർണി കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നുകൊണ്ടേയിരിക്കും. ആ ഹീലിംഗിലൂടെ നമ്മൾ കടന്നുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഹെൽത്തിനെ നമ്മൾ ബെറ്ററാക്കി കൊണ്ടുപോകും. ഓക്കെ, ക്ലിയർ ആണോ? നമ്മുടെ മെന്റൽ ഹെൽത്ത് ആണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ഹെൽത്ത് ആണെങ്കിൽ നമ്മൾ ബെറ്ററാക്കി കൊണ്ടുവരും. അടുത്ത സംഗതി എന്താന്ന് പറയുന്നത്,
നിങ്ങൾക്ക് ഒരു പേഴ്സണൽ മെന്ററെ, ഹീലറെ നിങ്ങൾക്ക് അസൈൻ ചെയ്തു തരും. അവർ നിങ്ങളുടെ കൂടെ എന്ത് വെച്ചാൽ വർക്ക് ചെയ്തിട്ട് നിങ്ങളെ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നിങ്ങളെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിച്ച് നിങ്ങൾ ശരിക്കും പവർഫുൾ ആയിട്ട് സ്വയം ഹീൽ ചെയ്യാനുള്ള കഴിവുള്ള വ്യക്തികളാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്ത് ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണോ? സോ ഈ രൂപത്തിൽ പേഴ്സണൽ മെന്ററിങ് കൊടുത്തുകൊണ്ട് പേഴ്സണലൈസ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് ഒരു വർക്ക് ബുക്ക് ഒക്കെ തന്ന് അതിൽ ഹോംവർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സംഗതികൾ തന്ന് ചാലഞ്ചുകൾ എഴുതാനുള്ള, അതായത് ഗ്രാറ്റിറ്റ്യൂഡ് ചാലഞ്ച് ഉണ്ട്, അതേപോലെ തന്നെ ജേർണലിംഗ് ചാലഞ്ചുകളുണ്ട്. ഈ സംഗതികളൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളിൽ എന്ന് വെച്ചാൽ ടോട്ടൽ ഒരു ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ഓറിയന്റഡ്, റിസൾട്ട് ഓറിയന്റഡ്, ഫാസ്റ്റ് റിസൾട്ട് ലഭിക്കുന്ന സംഗതിയാണ്. ഓൾറെഡി നമ്മളുടെ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്, ബിന്ദു മാമൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഓരോ ദിവസം അവർ പറയാറുണ്ട്, ആരെങ്കിലും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അസുഖങ്ങളോ ബുദ്ധിമുട്ടുകളൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ ഈ കാരണങ്ങൾ കണ്ടിട്ട് റൂട്ട് കോസ് കണ്ടെത്തിയിട്ട് അതിലേക്ക് നമ്മൾ എന്താ വെച്ചാൽ ഹീൽ ചെയ്ത് കൊണ്ടുവരികയാണ് നമ്മൾ വേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് എന്താ വെച്ചാൽ പരിഹരിക്കാം, ഇഷ്യൂസ് എല്ലാം ക്ലിയർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് വരാം. അപ്പൊ അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും എന്ത് ചെയ്യുന്നു, ഈ 20-ാം തീയതി നടക്കുന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക. അതിന് കോഴ്സ് ഫീ വരുന്നത് 10,000 രൂപയാണ്. അപ്പൊ നിങ്ങൾക്ക് അതിൽ ഡിസ്കൗണ്ട് ഓഫർ ഉണ്ടായിരുന്നു, അത് അവൈലബിൾ ആണോ എന്നുള്ളത് നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചിട്ട് എന്ത് ചെയ്യുക, ചോദിക്കുക, ടീമായിട്ട് സംസാരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഡിസ്കൗണ്ട് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ 8,000 rupees ആണ് നിങ്ങൾക്ക് കോഴ്സ് ഫീസ് വരിക. അപ്പം ജസ്റ്റ് എന്ത് വെച്ചാൽ ടീമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അത് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, വിളിക്കേണ്ട നമ്പർ ഗൂഗിൾ പേ നമ്പറൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. 8086880780 ആ നമ്പറിലേക്ക് വിളിക്കാം, ജോയിൻ ചെയ്ത് ശ്രമിക്കാം. ഡോണ്ട് മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി. ഈ അവസരം ഉപയോഗപ്പെടുത്തുക. എന്തായാലും കോഴ്സിലേക്ക് വരിക. എല്ലാ ദിവസവും 2 മണിക്കൂർ 7:30 മുതൽ വൈകിട്ട് 9:30 വരെ ക്ലാസ് ഉണ്ടാകും. അതിനുശേഷം അതിനുശേഷം നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഇത് പഠിച്ചതിന് ശേഷം നിങ്ങൾ മെഡിറ്റേഷൻസ് ചെയ്യുമ്പോൾ, ഇപ്പൊ നിങ്ങൾ മെഡിറ്റേഷനിൽ പങ്കെടുത്തു, ഈ ഒരു കോഴ്സിൽ വന്നിട്ട് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ടോട്ടലി ഡിഫറെന്റ് ആണ്. ഓൾറെഡി പങ്കെടുത്തിട്ടുള്ള ആൾക്കാർക്ക് എന്താണ് പറയാനുള്ളത്, അവരുടെ എക്സ്പീരിയൻസ് പറയട്ടെ എന്നാണ് ഞാൻ പറയാം. ആരെങ്കിലും ഉണ്ടോ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ? ഓക്കെ, വണ്ടർഫുൾ സെഷൻ ആണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. പ്രോഗ്രാമിലേക്ക് വരിക, അതാണ് എനിക്ക് പറയാനുള്ളത്. കം ആൻഡ് ജോയിൻ. അപ്പൊ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നവരുണ്ടാവും നമ്മുടെ ടീമിൽ നിന്ന്, നമ്മുടെ കോഴ്സ് കൗൺസിലേഴ്സ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നുണ്ടാവും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ. അങ്ങനെ മെസ്സേജ് കിട്ടാറുണ്ടോ? മെസ്സേജ് കിട്ടാറുണ്ട് എങ്കിൽ എന്താ വെച്ചാൽ നിങ്ങൾ അവർ പറയുന്ന ഇൻഫർമേഷൻസിന് എന്ത് ചെയ്യുക, നിങ്ങൾ എന്തെങ്കിലും മറുപടി കൊടുക്കുക. Very information. Have a great day. Thank you, Shani. Thank you so much. Come to the program and change your life. Okay? Very good. Thank you. Sir. You're welcome. Have a Thank great you, sir. day. You're welcome. Thank you, sir. See you tomorrow. Thank you, sir. Thank you, sir. നാളെ ഓവർ തിങ്കിങ് എന്ന് പറയുന്ന വിഷയത്തിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നതാണ്. Come and attend the program. ക്ലാസ് നല്ല മെഡിറ്റേഷൻ, എന്താണ്? നല്ല ക്ലാസ്, നല്ല മെഡിറ്റേഷൻ. അതില്ലാഞ്ഞാൽ വർക്ക് തരൂല, മെഡിറ്റേഷൻ ഇല്ലാഞ്ഞാൽ. എന്റെ സ്ഥിതി അതാണ്. ജീവിതത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റ് ആണിത് EFT. അതെ അതെ Okay. അതെ, അതാണ് നിങ്ങൾ ഏറ്റവും നിങ്ങളുടെ വലിയ. ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് ഇവരൊക്കെ കൊണ്ടുവരിക കേട്ടോ പ്രോഗ്രാമിലേക്ക്. Okay. Thank you. ഞാന് പൈസ കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത്, അല്ല ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ എന്തായാലും നിങ്ങളെ ചെറിയൊരു സംഖ്യയിൽ കയറ്റിയതാണ്. ഞാൻ എന്റെ മോള് കയറ്റിയതാണ്. അതുകൊണ്ട് എനിക്ക് മെഡിറ്റേഷൻ കിട്ടുന്നുണ്ട്. അത് വലിയൊരു എന്നെ Very good. സംബന്ധിച്ചിടത്തോളം. Thank you. Thank you. Thank you, sir. Thank Thank you you, so much. thank you, sir. Thank you, sir. Thank you. Blessing.